സാർ ഓക്കെയാണ്, റെക്കോർഡിംഗ് ഓക്കെയാണ് സാർ. സ്റ്റാർട്ട് ചെയ്തോ, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തോ സാറ്, സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രിയമുള്ളവര്, ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് 7 സീക്രട്സ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷന്റെ 7 സീക്രട്സ് ആണ്. ഈ 7 സീക്രട്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആ വഴി നിങ്ങൾക്ക് കൃത്യമാകും, നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയും. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എത്താൻ കഴിയും. അതാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന 7 സീക്രട്സ്. അപ്പൊ 7 സീക്രട്സ് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട്, അപ്പൊ നിങ്ങൾ 7 സീക്രട്സ് പഠിക്കുന്ന എന്തിനാണ്? ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയാണ്. ഈ ലോ ഓഫ് അട്രാക്ഷന് വേണ്ടി 7 സീക്രട്സ് പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതാണ്. ഇവിടെ സാറ് പഠിപ്പിച്ചു, ഡോക്ടർ നിങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ പഠിപ്പിച്ചു. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് നിങ്ങൾക്ക് നേരത്തെയും പല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചവരാണ് നിങ്ങൾ. ഇവിടെ സാറ് ഡോക്ടർ പഠിപ്പിച്ചത് മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചതിലുപരി നിങ്ങൾ അതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്, യൂട്യൂബ് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ഗ്രൂപ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിക്കുന്നവരും. അപ്പൊ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? അത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് ലോ ഓഫ് അട്രാക്ഷൻ? നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും, സാറ് പഠിപ്പിച്ചതിൽ നിന്നും, ഡോക്ടർ പഠിപ്പിച്ചതിൽ നിന്നും, വായിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? ആരെങ്കിലും ഒരാള് പറയുക. നമുക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോൺവെർസേഷൻ ആയിട്ട് നമുക്ക് പോകാം. അപ്പോഴാകുമ്പോൾ ബോറടിക്കത്തില്ല. നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയന്റും ആയിരിക്കും, കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ ആർക്കെങ്കിലും പറയാമോ? ഈ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും പറയാമോ? നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ, അതിതീവ്രമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാമെന്നുള്ളതാണ്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു ഇതില് നിങ്ങൾ അതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ആർക്കെങ്കിലും? അല്ല, അത് ഏകദേശം ശരിയാണ്. അത് ശരിയല്ലെന്ന് പറയുന്നില്ല. ഞാൻ അതിനകത്ത് കുറച്ചുകൂടി സാഹിത്യപരമായ ഒരു ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ കാരണം നിങ്ങൾ പലരും നാളെ ക്ലാസ് എടുക്കാനുള്ളവരാണ്. നാളെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. നിങ്ങൾ അതുകൊണ്ട് തന്നെ അല്പം ഒരു സാഹിത്യ ഭാഷയിൽ തന്നെ ഇത് പഠിച്ചിരിക്കണം. അപ്പൊ അത് പറയൂ. പ്രകൃതിയിലുള്ള എനർജിയെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ലോ ആണ് ലോ ഓഫ് അട്രാക്ഷൻ. ശരി, അതും ഏകദേശം ശരിയാണ്. തെറ്റല്ലത്, ശരിയാണ്. എന്നാൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അത് നമ്മുടെ ഇതിന്റെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എഴുതിയവര്, പഠിച്ചവരൊക്കെ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഡെഫിനിഷൻ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഔട്ട്സൈഡ്. എന്താണ് ഉള്ളിലുള്ളത് അതാണ് പുറത്ത് വരുന്നത്. അതും തെറ്റല്ല, അതും ശരിയാണ്. യു അട്രാക്ട് വാട്ട് യു വാണ്ട് അല്ല, വാട്ട് യു ആർ. നമ്മൾ എന്താണോ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പൗലോ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം അതിയായി ആഗ്രഹിച്ചാൽ ഈ ലോകം നിങ്ങൾക്ക് അത് സാധിച്ചു തരാൻ വേണ്ടി. അതായത് നിങ്ങൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം ഗൂഢാലോചന നടത്തുന്നതാണ്. ഈ ലോകം അല്ല, പ്രപഞ്ചമാണ്. അത് ലോ ഓഫ് അട്രാക്ഷൻ അല്ല. അത് പൗലോ കൊയ്ലോയുടെ ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ വേറൊരു രൂപമാണ്. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആൽക്കമിസ്റ്റിനെ കുറിച്ച് പുസ്തകം വായിച്ചിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ അതായിരുന്നു, ആൽക്കമിസ്റ്റ് ആയിരുന്നു. ഞാൻ യൂട്യൂബിൽ, നിങ്ങളൊക്കെ വായിച്ചു കാണുമായിരിക്കല്ലേ, കേട്ട് കാണുമല്ലോ. 20 ലക്ഷം പേര് അത് കണ്ടു കഴിഞ്ഞു. 20 ലക്ഷം പേര് കൂടുതൽ ആൽക്കമിസ്റ്റ് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ എഴുതി വെച്ച ഒരു, അതായത് തിയററ്റിക്കലായിട്ട് സൈക്കോളജിസ്റ്റുകള്, അതോടൊപ്പം തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഗുരുക്കന്മാർ എഴുതി വെച്ച ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് കൂടെ ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. നിങ്ങൾ ഇത്രയും പേര് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ആശയമാണ്, അതിന്റെ സത്തയാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഈ എഴുതി വെച്ച ഒരു ഡെഫിനിഷൻ ഉണ്ട്, അത് പറയാം. അത് നിങ്ങൾ ആരെങ്കിലും എഴുതിയെടുക്കുന്നെങ്കിൽ എഴുതിയെടുക്കുക.
നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിക്കുന്നു. അതാണ് ഇതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിക്കുന്നു. അതാണ് ഇതിന്റെ ഡെഫിനിഷനായിട്ട് സൈക്കോളജിസ്റ്റുകളും മോട്ടിവേഷൻ ഗുരുക്കന്മാരും സാഹിത്യ ഭാഷയിൽ എഴുതി വെച്ചത്. നിങ്ങൾ പറഞ്ഞെല്ലാം സാർ ഒരിക്കൽ കൂടെ അത് പറയാം. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിക്കുന്നു. എഴുതിയോ മാം? എഴുതിയോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിക്കുന്നു. അതാണ് നമ്മുടെ ചിന്തകളും. അപ്പൊ ടീച്ചർ എഴുതി, മാം എഴുതിയൊന്ന് വായിക്കൂ മൊത്തം. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിക്കുന്നു. അതാണ് നമ്മളൊരു ട്രെയിനിങ് പോകുമ്പോൾ അതിന്റെ ഒരു സാഹിത്യ ഭാഷയിൽ, ട്രെയിനിങ് ഭാഷയിൽ പറയുന്ന ആ ഒരു ഡെഫിനിഷനാണ് ഇത്. ഇതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. ബാക്കിയൊക്കെ ഇതിന്റെ പ്രായോഗിക സാറിനെ കാണാൻ പറ്റുന്നില്ല. അത് ഇത് വന്നുകൊണ്ടായിരിക്കും നമ്മുടെ ഈ. ഇപ്പൊ കാണാമോ? ഇത് വരുന്നോണ്ടാണ്, നമ്മുടെ സ്ലൈഡൊക്കെ വരുന്നോണ്ട് അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇനി നമ്മള് പഠിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് ഇവിടെ ട്രെയിനിങ്ങിന് വന്നത്? നമ്മളിവിടെ ട്രെയിനിങ്ങിന് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അതായത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഡ്രീംസ്, സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് സക്സസിൽ കൊണ്ടുവരണം. അതിനാണ് നിങ്ങൾ ട്രെയിനിങ്ങിൽ വന്നത്. അതന്നെയാണ് നമ്മൾ ട്രെയിനിങ് നടത്തുന്നത്, അല്ലേ? അല്ല വെറുതെ വന്നത് പഠിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ലോ ഓഫ് അട്രാക്ഷൻ ഡെഫിനിഷൻ പഠിച്ചുകൊണ്ട് മാത്രം പോകാനല്ല, ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രായോഗിക തലത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്വപ്നങ്ങൾ, ഡ്രീംസ്, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിന്റെ ഉദ്ദേശവും. ഇവിടെ വന്നിരിക്കുന്നവരിൽ എല്ലാവരും തന്നെ വന്നിരിക്കുന്നു, അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ വന്നത്? നിങ്ങൾ ഇത് കേൾക്കുക മാത്രമല്ലല്ലോ നിങ്ങളുടെ ഉദ്ദേശം. ഇല്ല സാർ. നിങ്ങളുടെ അച്ചീവ് ചെയ്യണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അച്ചീവ് ചെയ്യാൻ പലർക്കും പറ്റാത്തത്? ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷനിൽ കൂടി എല്ലാ കാര്യങ്ങളും ലോകത്ത് നടപ്പാക്കാം, നമ്മൾ ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി, ഇതെന്തോ ഒരു മാജിക്കാണ്, ഇതെന്തോ ഒരു ഒരു മാന്ത്രികമായ ഒരു ശക്തിയാണ്, ഇല്ലെങ്കിൽ ഒരു അത്ഭുതങ്ങളാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. ഈ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയാണ് പലരും ഈ ക്ലാസ്സിൽ വന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതവും സംഭവിക്കത്തില്ല, പക്ഷേ ചിലത് സംഭവിക്കും. അതെങ്ങനെ? അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്കൊരു യാത്ര പോകാം. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു യാത്രയാണ്, സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ സക്സസ് ആവണമെങ്കിൽ, ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വരും? വഴിയിൽ തടസ്സങ്ങൾ വരും. ആദ്യം റൂട്ട് മാപ്പ് അറിയണം. നമ്മൾ പണ്ടൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊരു യാത്ര പോകുമ്പോൾ പണ്ടൊക്കെ കാന്തം കൊണ്ടുപോകുമായിരുന്നു. കാന്തത്തിന്റെ ബോക്സ് ഒക്കെ കപ്പൽ യാത്രക്കാരൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അതിനു മുമ്പ് കാന്ത കല്ലുകൾ പോകുമായിരുന്നു ദിശ അറിയാൻ. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് ആളുകൾ യാത്ര ചെയ്യുന്ന ദൃശ്യം, നമ്മുടെ ഡയറക്ഷൻ അറിയുന്നു. അതുപോലെ ഈ യാത്രയിൽ ലോ ഓഫ് അട്രാക്ഷന്റെ യാത്ര, അതായത് നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്നും അത് അച്ചീവ് ചെയ്യാനുള്ള, സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാനുള്ള, സക്സസിലേക്ക് എത്താനുള്ള
ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയ്ക്ക് കുറെ വഴികളുണ്ട്, തടസ്സങ്ങളുണ്ട്, മാർഗങ്ങളുണ്ട്, ആ യാത്ര പോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. ഇപ്പൊ ഒരു യാത്ര പോകണമെങ്കിൽ കാറ്, ലോറി, ഇല്ലെങ്കിൽ ട്രെയിന്, കപ്പൽ, ഇങ്ങനെ വിമാനം, ഇങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ യാത്ര പോകാം. അപ്പൊ ഈ യാത്ര പോകുമ്പോൾ ശരിയായ രീതിയിൽ യാത്ര പോകാൻ വേണ്ടി ചില ടൂൾസ് ഉണ്ട്, ചില സീക്രട്സ് ഉണ്ട്, ചില വഴികളുണ്ട്. ഈ വഴികളിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് ഞാനിങ്ങനെ എനിക്ക് പണം വേണം, പണം വേണം, അത് നമ്മൾ അതിന്റെ ഒരു ബേസിക് മാത്രമാണ്. നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അത് നടപ്പാക്കത്തില്ല. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ആവത്തില്ല, നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാത്രം ആവുന്നില്ല. അതിനുള്ള വഴികളിലൂടെ പഠിക്കണം, സീക്രട്സ് പഠിക്കണം, അതിനുള്ള റൂള് പഠിക്കണം, അതിന്റെ പ്രിൻസിപ്പൽ പഠിക്കണം. ആ വഴികൾ മനസ്സിലാക്കി അതനുസരിച്ച് പോയാലേ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇല്ലെങ്കിൽ സ്വപ്നം നമ്മൾ കാണുന്ന മാത്രമേ ഉള്ളൂ. ആകാശത്ത് നമ്മൾ വലിയ കൊട്ടാരം പണിയും, ഭൂമിയിൽ കുടില് പണിയും എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ വെറുതെ കുറെ സമയം കളഞ്ഞ് സ്വപ്നം കണ്ട് സ്വപ്നജീവിയായി മാറും. അപ്പൊ സ്വപ്നജീവിയായി മാറാതെ അതിന്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ആ വഴികൾ പഠിക്കണം, സീക്രട്സ് പഠിക്കണം. അതാണ് നമ്മൾ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ഈ എന്താണ് ഇതിന്റെ ബേസ്, അതിന്റെ പ്രിൻസിപ്പൽ? പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാല് ബുദ്ധൻ പറഞ്ഞ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൽ. അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതാണ്. ഇവിടെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മൾ നടപ്പാക്കും, അത് നമ്മളിലേക്ക് ആകർഷിക്കും എന്ന് ഞാൻ ഡെഫിനിഷൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് അത് ബുദ്ധന്റെ കൺസെപ്റ്റ്. അതിൽ നിന്നാണ് ഈ ബുദ്ധന് പഴയ കൺസെപ്റ്റിൽ നിന്നാണ് ഈ പുതിയ വേദങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന കൺസെപ്റ്റാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ അതിനകത്ത് ബുദ്ധന്റെ കൺസെപ്റ്റാണ് ഏറ്റവും ഒരു പ്രധാനം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതാകുന്നു. അതാണ് ബുദ്ധ പറഞ്ഞത്. ഇനി അടുത്ത ഒരു ഇതുണ്ട്, നിങ്ങൾ സ്വയം മാറാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവയും മാറാൻ തുടങ്ങുന്നു. അതായത് ഇതെല്ലാം വേദഗ്രന്ഥങ്ങളും പറഞ്ഞാണ്. ഭഗവത്ഗീതയ്ക്കകത്ത് ഉണ്ട്, അഷ്ടവക്രം പറഞ്ഞിട്ടുണ്ട്, ഖുറാനിലുണ്ട്, ബൈബിളിലുണ്ട്, ഒക്കെ പല സന്ദർഭങ്ങളിലും പല രീതികളിലാണ് പറഞ്ഞത്. ചിലപ്പോൾ എല്ലാം ഒരേ മാർഗത്തിലും ഒരേ വാചകങ്ങളായിരിക്കത്തില്ല. അതിന്റെ ഭാഷാപരമായ വ്യത്യാസങ്ങളും അതിന്റെ കാലഘട്ടമായ വ്യത്യാസമുണ്ട്. അപ്പം ഈ ആദ്യ സംഭവം, ഈ 3 സംഭവങ്ങൾ ഇതിനകത്ത് നമ്മൾ ഒരുമിച്ചാണ്. ഒന്ന്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതാകുന്നു എന്ന ബുദ്ധന്റെ ഇതും, അപ്പൊ ഈ ചിന്ത അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ച് നമ്മൾ മാറാൻ തീരുമാനിക്കണം. ഈ പുതിയ മാറ്റത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ചിന്ത അനുസരിച്ച് നമ്മൾ മാറണം. ചിന്ത നമ്മുടെ സ്വഭാവമാകുമ്പോൾ നമുക്ക് അതൊരു നമ്മുടെ ശീലങ്ങളായി മാറും, ഹാബിറ്റായി മാറും. ഹാബിറ്റായി മാറുമ്പോൾ അത് നമ്മൾ നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മാറും. നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവയൊക്കെ മാറും. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവയെ മാറ്റാൻ, കാരണം അല്ലാതെ നമ്മളിപ്പം ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന പണം വരുന്നത്? നമ്മൾ പണം വേണം എന്ന് വിചാരിച്ച് നമ്മൾ മാറുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മാറും, ആളുകൾ മാറുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. അതാണ് റൂമി പറഞ്ഞത്. ഈ റൂമി സൂഫി വര്യനാണ് ജലാലുദ്ദീൻ റൂമി. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ തിരയുന്നതെന്തോ അത് നിങ്ങളെയും തിരയും. നമ്മളൊരു കാര്യം ചിന്തിച്ച് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ആ കാര്യങ്ങൾ നമ്മുടെയും തിരയുകയാണ്. നമ്മളിപ്പോ ഒരു ജോലി വേണം, നമ്മുടെ കുട്ടിയെ IAS കാരനാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും കുട്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഈ IAS കുട്ടിയെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തമ്മിൽ ഒരു മുഹൂർത്തത്തിൽ വെച്ച് കണ്ടുമുട്ടും, അത് നടപ്പാവും. ആ കണ്ടുമുട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം മാറാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവയും മാറും. ആ ചുറ്റുമുള്ളവയും മാറുമ്പോൾ നമ്മളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം നമ്മളുടെ അടുത്തേക്ക് എത്തും. നമ്മൾ തിരയുന്നത് എന്തോ അത് നമ്മളെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകൾ മാറണം, ചിന്തകൾ നമ്മുടെ ഹാബിറ്റായി മാറണം, അത് തമ്മിലുള്ള പ്രവർത്തനങ്ങൾ വേണം. അപ്പോൾ നമ്മുടെ
ചുറ്റുമുള്ളത് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറും, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മാറും, പുതിയ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇത് ഇത്രയും ഉണ്ടാകുമ്പോൾ നമ്മൾ തിരയുന്ന സാധനം നമ്മളെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുകയും നമ്മൾ സക്സസ് ആവുകയും ചെയ്യും. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളൊക്കെ ഉള്ള വഴികൾ പിന്നീട് ഇനി അടുത്ത് വരാം. അപ്പൊ ഈ ഞാനിങ്ങനെ വായിട്ട് അലച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി പോകണം. കാരണം പല കാര്യങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ ആൾക്കാർ ഇപ്പൊ രാത്രിയാണ് കുറെ കാര്യങ്ങൾ കേൾക്കും, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ തന്നെയാണ്. നമ്മൾ 100% പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 100% കേൾക്കത്തില്ല. ആദ്യം നമ്മളൊരു 30% നമ്മൾ കറക്റ്റായിട്ട് കേൾക്കൂ, അതിൽ 10% ഉൾക്കൊള്ളും, പിന്നെ ബാക്കി ആ 10% തന്നെ കുറെ അങ്ങ് മറന്നും പോകും. അപ്പം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അത് വീണ്ടും മനഃപ്പാടമാക്കുകയും ഇതിന്റെ തിയറി മനഃപ്പാടമാക്കിയാലേ അതിന്റെ പ്രായോഗിക തലത്തിൽ എത്താൻ പറ്റും. അപ്പൊ ഞാൻ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? കാരണം നിങ്ങൾ ഇതെന്താണ് പഠിച്ചതെന്ന് മനസ്സിലാവണമല്ലോ. നിങ്ങൾ എന്ത് പഠിച്ചു, എവിടെ വിട്ടുപോയി, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്ററാക്ഷനിൽ പോവുകയാണ് ഇതിന്റെ ഒരു രീതി. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയും ഞാൻ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണ്, അതിന്റെ ഒരു ചുരുക്കി പറഞ്ഞാൽ മതി. അതേപോലെ വാദ്യമായിട്ട് പറയണമെന്നില്ല, അതിന്റെ ചുരുക്കി പറയാം. ലോ ഓഫ് അട്രാക്ഷന്റെ ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ അതിനെ പറ്റി പറയുന്ന സമയത്ത് അതിന്റെ ഈ ഒരു ക്ലാസിന്റെ ലക്ഷ്യത്തെ പറ്റി പറഞ്ഞു. അതായത് സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കുക എന്നതാണ് ഈ ഒരു ക്ലാസിന്റെ അല്ലെ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു. പിന്നെ 2-3 കോഡ്സ് പറഞ്ഞു, ബുദ്ധൻ പറഞ്ഞത് പറഞ്ഞു, റൂമി പറഞ്ഞത് പറഞ്ഞു. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ സ്വയം മാറാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവയും മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയത്. അപ്പോഴാണ് അതല്ലാതെ നമ്മള് നമ്മുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആക്ഷൻ വേണം. അപ്പൊ ഒരു IAS പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു IAS കാരനാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? IASന്റെ സിലബസ്, നമ്മൾ ഏത് IASൽ ഏത് പിന്നെ വിഷയമാണ് എടുക്കാൻ പോകുന്നത്, അതിന്റെ സിലബസ് പഠിക്കണം. IASന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ക്വസ്റ്റ്യനുകൾ വർക്ക് ചെയ്യണം. അതിനു വേണ്ടിയുള്ള സിലബസ് മനസ്സിലാക്കണം, സിലബസ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ IASന് അപ്ലൈ ചെയ്യണം. അത് പ്രധാന കാര്യമാണ്. അപ്ലൈ ചെയ്യാതെ കിട്ടത്തില്ലല്ലോ IAS. അപ്ലൈ ചെയ്യണം. അതിന്റെ പോകുമ്പം പഠിച്ചുകൊണ്ട് പോകണം, എഴുതണം, അതിന്റെ പാസ്സായി കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോകണം. ഇതൊക്കെ നടന്നാലേ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇതാകും. അല്ല ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് IAS വേണം എന്നൊരു മെഡിറ്റേഷനും ഒക്കെ കൊണ്ടിരുന്നാൽ നിങ്ങൾ IAS തന്നെ ആവത്തില്ല, ഒരിക്കലും ആവത്തില്ല. അതാണ് സ്വപ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് പോയി അതിനുള്ള മാർഗങ്ങളും രീതികളും അനുസരിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നത്. ഈ കോട്ട ആരാ പറഞ്ഞിരിക്കണേ? ഏതാ? നിങ്ങൾ സ്വയം മാറാൻ തീരുമാനിക്കും. ഇത് പറഞ്ഞിരിക്കുന്ന അഷ്ടവക്രനാണ്. ഞാൻ എന്റെ പിന്നെ അഷ്ടവക്ര എന്ന് പറഞ്ഞിട്ട്, അഷ്ടവക്ര മുനി അറിയാമല്ലോ? അറിയാം. ഞാൻ ഞാൻ കുറിച്ച് വലിയ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ 8 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട വീഡിയോ ആണ്. അഷ്ടചക്രനകത്ത് അതിനകത്ത് അഷ്ടചക്ര മുനി പറഞ്ഞാണ് ആദ്യം പണ്ട് പറഞ്ഞത്. അതിനുശേഷം പലരും പറഞ്ഞിട്ടുണ്ട്, പല വേദഗ്രന്ഥങ്ങളിലും ഒക്കെ ഉണ്ട് അതിന്റെ ആശയം. ഇപ്പൊ ഖുറാനിലും ഗീതയിലും അതോടൊപ്പം തന്നെ ബൈബിളിലൊക്കെ ഇതിന്റെ ഒരു ആശയമുണ്ട്. പക്ഷെ ഈ വാചകങ്ങൾ നിങ്ങൾ മുമ്പ് ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഡെഫിനിഷൻ അതിന്റെ ശാസ്ത്രീയമായി അതിന്റെ ഒരു സാഹിത്യപരമായി പറഞ്ഞു. നിങ്ങൾ അത് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇത് അഷ്ടവക്രനാണ് ഇതേപോലെ പറഞ്ഞത്. അതേ ആശയങ്ങൾ തന്നെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഉണ്ട്. എങ്ങനെ? ഹലോ, സാർ ഫസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞില്ലയോ, നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിക്കുന്നു. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതിനോടൊപ്പം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഇതുണ്ടല്ലോ സാർ, നമ്മുടെ എല്ലാവരുടെയും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മതമായാലും വിശ്വാസങ്ങളായാലും എന്തായാലും അതും കൂട്ടിക്കലർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്താണോ ആകർഷിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ അനുഭവം നമ്മളെ ആകർഷിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ അവിടെ എത്തുമെന്നാണ് അല്ലേ സാർ അതിന്റെ അർത്ഥം? അതാണ്. ഓക്കെ സാർ, മനസ്സിലാക്കി. കറക്റ്റ്.
അപ്പൊ ഈ ഒരാള് മനസ്സിലാക്കിയിട്ട് പറയും, ബാക്കിയുള്ളവരും അല്പം ഉറക്കമൊക്കെ വരുന്നവരും ഒന്നുകൂടി കേൾക്കും. ഇനി അടുത്തത് ഇതിന് ടൂൾസ് ആണ് ഇനി അടുത്ത പറയുന്നത്, അതായത് സീക്രട്സ് ആണ്. ഇത് ലോ ഓഫ് അട്രാക്ഷനിലേക്ക്, ആ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്ത് ഈ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി, അതായത് ഇത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് അതായത് നമ്മുടെ സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അതിൻ്റെ മെറ്റീരിയലായിട്ട് സക്സസ് ആയിട്ട് എത്താൻ വേണ്ടിയുള്ള 7 സീക്രട്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സീക്രട്ട് ആണ് ഫോക്കസ് ഇൻ വൺ തിങ്. നമ്മൾ ഒരു കാര്യമേ ഫോക്കസ് ചെയ്യാവൂ. നമുക്ക് 100 ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ 100 ആഗ്രഹങ്ങളും ഒരേ സമയത്ത് ഫോക്കസ് ചെയ്താൽ ഈ 100 ആഗ്രഹങ്ങളും നടക്കത്തില്ല. ആ സമയത്തിൽ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്താൽ ആ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സംഗതി നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യത്തെ സംഗതിയാണ് ഫോക്കസ് ഇൻ വൺ തിങ്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണും, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം ആദ്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് IAS കാരനാകാൻ ആഗ്രഹം കാണും, അതോടൊപ്പം തന്നെ ഡോക്ടറാകാൻ ആഗ്രഹം കാണും. അപ്പൊ അതിൽ ആദ്യം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ആദ്യം വേണ്ടത് ചിലപ്പോൾ ഒരു ഡിഗ്രി ആയിരിക്കും. ആ ഡിഗ്രി ആണെങ്കിൽ ആ ഡിഗ്രിക്ക് വേണ്ടി, ഡിഗ്രി ഉണ്ടെങ്കിലല്ലേ IAS എഴുതാൻ പറ്റും. അപ്പൊ IAS പോകുന്നതിന് അതിന്റെ ഇതായി ആദ്യം ഒരു ഡിഗ്രി നല്ല രീതിയിൽ പഠിച്ച് അതിന് പറ്റിയ ഒരു ഡിഗ്രി, അതായത് IAS ഏറ്റവും കൂടുതൽ സെലക്ഷൻ കിട്ടുന്നത് ആൾക്കാർ കൂടുതലും പൊളിറ്റിക്സും ഇതൊക്കെയാണ്, പിന്നെ സോഷ്യോളജി ഒക്കെയാണ്. അപ്പൊ അതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിനൊരു പാഷൻ കൂടെ വേണം. ആ പാഷൻ ഉണ്ടെങ്കിൽ ആ ഏത് ഇതിലാണ് കൂടുതൽ എളുപ്പമായിട്ട് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പഠിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്ത് ആദ്യം ആ ഡിഗ്രി എടുക്കുക. അപ്പൊ ആ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് IAS പ്രിപ്പയർ, അങ്ങനെ അതിൻ്റെ ഒരു വഴിയുണ്ട്. അപ്പൊ വൺ തിങ്, നമുക്ക് ഇപ്പം വലിയ പണക്കാരനും ആകണം, പിന്നെ വലിയ ബിസിനസ്സുകാരനും ആകണം, വലിയ ഉദ്യോഗസ്ഥനാകണം, ഇതെങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും ഒരുപാട് ആണ്. നമുക്ക് ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്കുണ്ട്. പക്ഷെ എല്ലാ ആഗ്രഹവും കൂടെ ഒരുമിച്ച് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്താൽ ഒരാഗ്രഹവും നടക്കത്തില്ല എന്നുള്ളതാണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു തിയറി ആയിട്ട്, അതിന്റെ ഒരു സീക്രട്ട് ആയിട്ട് പറയുന്നത്. ഒരു തവണ ഒരു സംഗതി മാത്രമേ നിങ്ങൾ പിന്നെ ഇത് ചെയ്യാവൂ, ഫോക്കസ് ചെയ്യാവൂ എന്നുള്ളതാണ്. ആ ഒരു സംഗതിയിൽ ഫോക്കസ് ചെയ്യും. ഇതിന് ഒരു തിയറി ഉണ്ട്, ഒരു റെഡ് കാർപ്പറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്, റെഡ് കാർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷണം നടത്തി ഒരു വലിയൊരു തെളിവുണ്ട്. ഈ റെഡ് കാർ എഫക്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ? റെഡ് കാർ എഫക്റ്റ് അറിയാവുന്നവരാണെങ്കിൽ പലയിടത്തും വായിച്ചിട്ടുള്ളതായിരിക്കും, പല യൂട്യൂബിലെ കണ്ടുവേണം. റെഡ് കാർ എഫക്റ്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, പറയാം. അത് അമേരിക്കയിലെ വാഷിങ്ടണില് വെച്ചിട്ട് ഒരു പരീക്ഷ നടത്തിയാണ്. ആ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യോത്തരത്തിലാണ് വരുന്നത്. അതായത് അവിടെ കുറെ ആൾക്കാർ ഒരു ക്ലബില് വൈകിട്ട് കൂടി അവര് എല്ലാം പിന്നെ അവര് ആളായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. നീ ഏത് കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലബുകളിൽ കൂടി അവര് കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിന്റെ കാറിന്റെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ കാർ എന്തുവാണ്, അതിന്റെ കളർ എന്താണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോൾ അതിനകത്ത് 12 പേരിൽ 2 പേരുടെ കാറ് മാത്രമേ റെഡ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 10 പേരുടെ കാറും വേറെ പല നിറങ്ങളിലായിരുന്നു. അപ്പൊ അവരൊരു തിയറിയിലെത്തി, എന്താണ്, റെഡ് കാറ് ഉപയോഗിക്കുന്നവര് റെഡ് കാറ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് അവര് ആദ്യം ഒരു ഇതിലെത്തി. അപ്പൊ ഒരാള് പറഞ്ഞു, അപ്പൊ ഒരാള് അതിനകത്തൊരു സോഷ്യോളജി ഒരു സൈക്കോളജി ഒരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അല്ല, റെഡ് കാറാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നിരത്തിൽ ഏറ്റവും കൂടുതൽ ഓടുന്നതും റെഡ് കാറാണ്. അപ്പൊ അവരെ തെളിയിക്കാൻ വേണ്ടി അപ്പൊ അവര് അടുത്ത ദിവസം രാവിലെ 10 മണി മുതൽ മെയിൻ റോഡിൽ നിന്ന് മാറിയുള്ള സബ് റോഡ്, അപ്പോഴല്ലേ ഈ കാറ് കൂടുതൽ എണ്ണാനും അതിന്റെ നമ്പർ എഴുതിയെടുക്കാനും പറ്റും. അപ്പൊ ഒരാളോട് പറഞ്ഞു, അപ്പൊ ഈ വാദം വെച്ച്, അതായത് റെഡ് കാറ് കുറവാണെന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുവഴി പോകുന്ന 1 മണിക്കൂറിനുള്ളിൽ എത്ര റെഡ് കാർ ഉണ്ടോ നിങ്ങൾ ആ റെഡ് കാറിന്റെ നമ്പർ ഇട്ടിട്ട്
1, 2 എന്നിട്ട് ആ കാറിന്റെ നമ്പർ ഇടുന്നു. അങ്ങനെ നിങ്ങൾ ഇടുന്ന ഓരോ റെഡ് കാർ നിങ്ങൾ നമ്പർ എഴുതുന്ന ഓരോ റെഡ് കാറിനും നിങ്ങൾക്ക് $1 വെച്ച് തരും എന്ന്. അപ്പൊ അങ്ങനെ ഉടനെ അവരെല്ലാം കൂടെ അവിടെ പോയി ഇദ്ദേഹം ബുക്ക് എടുത്തു. റെഡ് കാർ അതുവഴി കടന്നു പോയപ്പോൾ അതിന്റെ നമ്പരും എടുത്തു. അങ്ങാര് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 100-ലധികം റെഡ് കാർ ആ സ്ട്രീറ്റിൽ കൂടി കടന്നു പോകുന്നതായിട്ട് അങ്ങനെ മനസ്സിലാക്കുകയും ഏറ്റവും കൂടുതൽ അതുവഴി കടന്നു പോകുന്ന റെഡ് കാർ ആണെന്ന് അയാള്, അതായത് റെഡ് കാർ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞ ആള് ഈ തിയറി എഴുതിയിട്ട് 100-ലധികം കാറും നമ്പർ 1 മണിക്കൂർ കൊണ്ട് എഴുതിയിട്ട് അങ്ങനെ ഒരു കൺക്ലൂഷൻ റെഡ് കാറാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ മറ്റേ ബാക്കിയുള്ള കാറൊന്നും വല്ലാട്ടൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ റെഡ് കാറാണ് കണ്ടത്. ഞാൻ ബാക്കിയിട്ട് കറുത്ത കാറും നീലക്കാറും പച്ചക്കാറും ഒക്കെ വളരെ കുറച്ചേ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ നോക്കുമ്പോൾ എല്ലാം റെഡ് കാറാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും 100-ലധികം കാറുകളുടെ നമ്പർ എഴുതിയത്. അപ്പൊ അങ്ങനെ ചോദിച്ചു, മറ്റുള്ളവർ ചോദിച്ചു നീ ബാക്കി എത്ര കാറുകൾ കണ്ടു? ഞാൻ വളരെ കുറച്ചേ കണ്ടുള്ളൂ, ചുവന്ന കാറാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പൊ അതിനകത്ത് മനസ്സിലാക്കുന്ന ആ തിയറി പറയുന്നത് നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്തോ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ബാക്കിയുള്ള നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ റെഡ് കാറിൽ ഫോക്കസ് ചെയ്ത ഒരാള് റെഡ് കാർ അതുവഴി ബാക്കിയുള്ള പോകുന്ന കാറുകൾ ഇങ്ങനെ കടന്നു പോകും. അയാളുടെ സ്വപ്നങ്ങളിൽ കൂടി ഇങ്ങനെ പറന്നു പോകും, അയാളുടെ കണ്ണിന് മുമ്പിൽ കൂടി കടന്നു പോകും. പക്ഷെ അയാൾ അതിന്റെ നമ്പരോ അതിന്റെ കളറോ ഒന്നും അയാളുടെ ശ്രദ്ധയിൽ തങ്ങി നിൽക്കത്തില്ല. പക്ഷെ ആ റെഡ് കാർ വരുമ്പോൾ അയാൾ കൃത്യമായി അത് മനസ്സിലാക്കുകയും എണ്ണുകയും അതിന്റെ നമ്പർ എഴുതുകയും ഒക്കെ ചെയ്യും. ബാക്കിയുള്ള കാറുകൾ എത്രയോ പോയി കാണും. അപ്പൊ എന്നിട്ടാണ് അവരൊരു തിയറി ഉണ്ടാക്കിയത്, നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നു അത് നമ്മുടെ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും നമ്മൾ നോക്കുന്നിടത്തൊക്കെ അത് കാണുകയും നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ ആ കാര്യങ്ങളാണ് നമുക്ക് പോകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ വേഗമായിട്ട് പോകും. നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ കടന്നു പോകും, അവിടെ ബാക്കിയുള്ള കാറുകളൊക്കെ കടന്നു പോകും. പക്ഷെ ഈ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ റെഡ് കാറാണ് നമ്മളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഇവിടെ തിയറിയിൽ പറയുന്നത്, നമ്മൾ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ ആ കാര്യങ്ങൾ നമുക്ക് വിജയത്തിലെത്താൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലൂടെ ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ഈ റെഡ് കാറും ചുവന്ന കാറും പച്ചക്കാറും മഞ്ഞക്കാറും ഒക്കെ ഇങ്ങനെ കടന്നു പോകും. പക്ഷെ ഒന്നും നമ്മൾ ഓർത്തിരിക്കത്തില്ല. ഇതാണ് റെഡ് കാർ തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് റെഡ് കാർ തിയറി പ്രകാരം അതിന് പറയുന്നത് തന്നെ റെഡ് കാർ എഫക്റ്റ് എന്നാണ് പറയുന്നത്. റെഡ് കാർ എഫക്റ്റ്. നിങ്ങൾ നീലക്കാരാണ് നോക്കുകയെങ്കിൽ നീലക്കാരെ കാണും, ഈ റെഡ് കാർ മാത്രമല്ല. നിങ്ങൾ നീലക്കാരാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്പർ എഴുതി വെച്ചാൽ നിങ്ങൾ കാണുന്ന എല്ലാം നീലക്കാരായിരിക്കും. ബാക്കി കാറുകളൊക്കെ ഇങ്ങനെ പോകും, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തങ്ങത്തില്ല, അതിങ്ങനെ പോകും. അതാണ് ഈ റെഡ് കാർ എഫക്റ്റ് എന്ന ഒരു വലിയൊരു ഫേമസ് തിയറിയുടെ ഒരു കാര്യം. മനസ്സിലായി? ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ചോദിച്ചു പോവാം, നിങ്ങളുടെ ഇന്ററാക്ഷൻ ഒക്കെ നടത്തി പോവാം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചു പോകും, നിങ്ങൾ മറന്നും പോകും. മനസ്സിലായല്ലോ? പറയൂ. സാർ പറഞ്ഞില്ലയോ നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അത് തന്നെ എല്ലാം തന്നെ നമുക്ക് അതിലോട്ട് നമ്മൾ ആകർഷിക്കും, അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ഇതെന്ന്. പക്ഷെ എങ്കിൽ സാർ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ എന്തിൽ എത്തിപ്പെടും? ഇപ്പൊ ഈ ഇരിക്കുന്നവർക്കായാലും എനിക്കായാലും ഉള്ള സംശയം, നമ്മൾ എന്തിൽ എത്തിപ്പെടും? ഈ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒരുപാട് അതിന് വേറെ ഒരു ക്ലാസ് നമ്മൾ വെക്കേണ്ടതാണ്. എന്നാലും ഞാൻ ഒരു പറയാം, ഈ ക്ലാസ്സിൽ വരുന്നതല്ല എങ്കിൽ പോലും അത് നമ്മുടെ നിയോഗം കണ്ടെത്തുന്ന ഒരു തിയറി ഉണ്ട്. അത് ജപ്പാൻകാരുടെ ഒരു തിയറിയാണ്, ഇക്കിഗായി എന്ന് പറയുന്ന തിയറി ഉണ്ട്. അപ്പൊ അത് ഈ വിഷയത്തിൽ വരുന്നതല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചപ്പം അതും കൂടെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതുകൂടെ പറയാം. അതിന് ഒരു ചെറിയൊരു പരീക്ഷണമുണ്ട്. ഇക്കിഗായി നമ്മുടെ വിധി കണ്ടുപിടിക്കാൻ, നമ്മുടെ നിയോഗം കണ്ടുപിടിക്കാൻ, നമ്മുടെ പാഷൻ കണ്ടുപിടിക്കാൻ ഒരു തിയറി ഉണ്ട്. അത് ഇക്കിഗായി ജപ്പാൻകാർ കൃത്യമായിട്ട് അത് ഇക്കിഗായി എന്നുള്ള നിലയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് പറയാം. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കുക. അതായത് ഈ നമ്മുടെ നിയോഗം എന്ന് നമ്മുടെ മലയാളികൾ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് പറയുന്നതിനാണ് പാഷൻ എന്ന് നമ്മുടെ സായിപ്പ് പറയുന്നത്. ഈ രണ്ടും ഒന്ന് തന്നെയാണ്.
അപ്പൊ അത് നമ്മുടെ ഭാഷനും നമ്മുടെ നിയോഗവും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ട്രിക്കുണ്ട്. അപ്പം ടീച്ചർക്ക് അറിയാവോ ഇക്കിഗായിയുടെ ട്രിക്ക്? ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ പറയാം. ഇതിനകത്ത് ഈ ഇക്കിഗായി വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പേനായും പെൻസിലും എടുത്ത് എഴുതിയെടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ, മാം, എന്താണ് മനസ്സിന് കൂടുതൽ സന്തോഷം തരുന്നത്? അല്ല, അതിനകത്ത് ഒരുപാട് 4 സ്റ്റെപ്പ് ഉണ്ട് അതിനകത്ത്. അതറിയില്ല. 4 താല്പര്യമുള്ളവരൊക്കെ എഴുതിയെടുക്കുക. അതായത് നമ്മുടെ നിയോഗയിലെ പാഠം കണ്ടുപിടിക്കാൻ ഉള്ള ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം നമ്മളൊരു ബുക്കും പെൻസിലും പേനായും എടുക്കണം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഇത്. നമ്മളൊരു ബുക്കും പേനായും എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ എന്ത് ജോലി, നിങ്ങൾ എന്താണ് ഉള്ള ഒരു 10 എണ്ണം ആദ്യം എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ എന്തൊക്കെ വേണം നമുക്ക് എന്ന് ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ ഒരുപാട് ആഗ്രഹം കാണും. ഡോക്ടർ ആകണമെന്ന് കാണും, എഞ്ചിനീയർ ആകണമെന്ന് കാണും, ഇല്ലെങ്കിൽ പിന്നെ ബിസിനസ്സുകാരനാകണമെന്ന് കാണും, പിന്നെ എഴുത്തുകാരനാകണമെന്ന് കാണും, ചിലപ്പോൾ സിനിമ നടനാകണമെന്ന് കാണും. അതൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെ 10 എണ്ണം എഴുതി വയ്ക്കും. നിങ്ങൾക്ക് എത്തിച്ചേരണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള, ആഗ്രഹം ഒരുപാട് കാണും, 100 എണ്ണത്തിൽ കൂടുതൽ കാണും. പക്ഷെ അതല്ല, ഒരു 10 എണ്ണത്തിൽ ലിമിറ്റ് ചെയ്ത് ആദ്യം നമ്മൾ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ എഴുതുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എഴുതിയോ? നിങ്ങൾക്കത് അങ്ങനെ പോകാം. നമുക്ക് അപ്പൊ അതിന്റെ ഈ ഫോക്കസിൽ കാര്യമുള്ളൂ. ഒരു 10 കാര്യങ്ങൾ എഴുതുക. വർക്ക് ചെയ്ത് പോയാലേ നമുക്കത് പ്രയോജനം ഉണ്ടാവും. പറയൂ സാർ. എഴുതി. ഈ 10 എഴുതിയല്ലോ? എഴുതി. നിങ്ങള് ഓരോരുത്തർ നിങ്ങളുടെ നിയോഗവും ഇത് കണ്ടുപിടിക്കാൻ നോക്കുക. അങ്ങനെ പോകും. നിങ്ങള് ഒരുപാട് നിങ്ങൾ 10 ദിവസം ക്ലാസ് കൊണ്ട് വേണ്ടി വന്നാൽ നമുക്ക് 1-2 ക്ലാസ് കൂടെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. പെട്ടെന്ന് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന, നമ്മളെ അതാണല്ലോ, അതും കൂടി ചേർത്താണല്ലോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്. സാർ 10 എണ്ണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ആഗ്രഹത്തില്? 10 എണ്ണം ഇല്ലെങ്കിൽ അത്രയും ഉള്ളത് മതി, അത്ര എഴുതിയാൽ മതി. 10 എണ്ണം ഇല്ലാതെ നിർബന്ധിച്ച് 10 ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ പലർക്കും 10 കൂടുതലുള്ളതുകൊണ്ടാണ് ഈ 10 ആയിട്ട് ലിമിറ്റ് ചെയ്യുന്നത്. 10 കുറവാണെങ്കിൽ അത്രയും മതി. എഴുതിയല്ലോ? എഴുതി. ഈ 10 എണ്ണത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതിയതിൽ അതുമായിട്ട് അനുബന്ധമാണ്, അതുമായിട്ട് അനുബന്ധമായിട്ടോ ഉള്ള വർക്കുകൾ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്യുക ആദ്യം. രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം, ഇപ്പൊ ഞാൻ തന്നെ പറയാം, അപ്പൊ എനിക്ക് എഴുത്തുകാരനാകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ആഗ്രഹം കൊണ്ട് എഴുതിയാൽ പോരാ, നമ്മൾ നേരത്തെ വല്ല കയ്യെഴുത്ത് മാസികയിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു കഥ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി മറ്റുള്ള സുഹൃത്തുക്കള് ഇത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണം. അതായത് നമ്മൾ നേരത്തെ എഴുതി അത് സക്സസ് ആയി. സക്സസ് പറഞ്ഞപ്പം നല്ലൊരു പൈസ തന്നെ കിട്ടണമെന്നില്ല, ആൾക്കാരൊക്കെ കൊള്ളാം
നമ്മളൊരു നാടകത്തിൽ നാട്ടിൻപുറത്ത് ഒരു നടനാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് നാട്ടിൻപുറത്ത് ഒരു ഉള്ള ക്ലബിലെങ്കിലും ഒരു ലൈബ്രറിയിലെങ്കിലും ഇല്ലെങ്കിൽ സ്കൂൾ നാടകത്തിലെങ്കിലും നിങ്ങൾ പിന്നെ അഭിനയിച്ച് വിജയിച്ചിട്ടുണ്ടോ എന്നാണ്. ആൾക്കാർ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നടനാകണമെന്ന് ആഗ്രഹം നമ്മൾ മാത്രം ചെയ്താൽ പോരാല്ലോ. നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത കാര്യങ്ങൾ അത് ആരെങ്കിലും മുൻകാലത്ത് നമ്മൾ ചെയ്യുകയും അത് ഒന്നുകിൽ അഭിനന്ദനങ്ങൾ ഇല്ലെങ്കിൽ അത് വിജയിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ടിക്ക് ചെയ്യുകയും ബാക്കിയുള്ളത് വെട്ടിക്കളയുകയും ചെയ്യുക ചെയ്തോ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ആണ് ആഗ്രഹമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് ഇപ്പോഴും ഇല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ, ആ ബിസിനസ് സക്സസ് ആയിട്ടുണ്ടോ, അതോ നമ്മൾ പരാജയപ്പെട്ടാണോ നടക്കുന്നത്, എല്ലാത്തിലും കടം കയറിയാണോ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളയണം. നമ്മള് നേരത്തെയൊക്കെ നമ്മൾ ബിസിനസ് ചെറുപ്പത്തില് ചെറിയ പിന്നെ കപ്പലണ്ടി കച്ചവടമെങ്കിലും നടത്തി നമ്മൾ വിജയിച്ചിട്ടുണ്ടോ, ഇല്ലേ കൊള്ളാം നീ നല്ലൊരു ബിസിനസ്സുകാരനാണെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും ഇല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ അംഗീകരിച്ചിട്ടുള്ളതും ഇല്ലെങ്കിൽ നാളെ ഇതെനിക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതും. ചിലപ്പോൾ നമ്മൾ ഇന്നലെ ഒന്നും ചെയ്ത് കാണത്തില്ല. ഇപ്പൊ ഡോക്ടർ ആണെന്നുള്ളവന് ചിലപ്പോൾ ഇന്നലെ ഒന്നും ചെയ്ത് കാണത്തില്ല. പക്ഷെ നമുക്കൊരു രോഗിയെ കാണുമ്പോൾ അറപ്പ് വരത്തില്ല. ഒരു ഡോക്ടർ ആവുന്ന ആള് രോഗി വരുമ്പോഴത്തേക്ക് പിന്നെ ദൂരെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്ക് അയാൾക്ക് ഡോക്ടർ ആവാൻ വലിയ പാടാണ്. ചിലർക്ക് പിന്നെ അസുഖമുള്ളവരെ കാണുമ്പോൾ തലയിറങ്ങി വീഴുന്നവരായിരിക്കും, രക്തം കണ്ട തലയിറങ്ങി വീഴുന്നവരായിരിക്കും. അങ്ങനെയുള്ളവര് ഡോക്ടർ ആഗ്രഹം മാത്രമല്ല, അവരത് പാഷനോ നിയോഗമല്ല. കാരണം അവർ രക്തം കണ്ട തലയിറങ്ങി വീഴും. അത് പെട്ടെന്നൊന്നും മാറാൻ പറ്റത്തില്ല ചില കാര്യം. അപ്പൊ അവർക്ക് രക്തം കണ്ട രോഗികളെ കണ്ട അറപ്പ് പോകുന്നവര് രക്തം കണ്ടാല് തലയിറങ്ങി വീഴുന്നവർക്ക് ഡോക്ടർ ആവാൻ പറ്റത്തില്ല. ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത ആള് ചിലപ്പോൾ വിമാനം ഓടിച്ചെന്നൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നമ്മൾ മുൻകൂട്ടി ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്യാമെന്ന് ഉറപ്പുള്ളത് ഒഴിച്ച് ബാക്കി വെട്ടിക്കളയുക. പറഞ്ഞ മനസ്സിലായോ നമുക്ക്? ബാക്കി കുറെ എണ്ണം ഉണ്ടല്ലോ. ആ ബാക്കിയുള്ള കുറെ എണ്ണത്തില് ഈ സമൂഹത്തിന് വല്ല ആവശ്യമുള്ള സംഗതിയാണോ നോക്കുക. ഈ സമൂഹത്തിന് ആവശ്യമുള്ള സംഗതി ഒഴിച്ച് ബാക്കിയെല്ലാം വെട്ടിക്കളയുക. കാരണം സമൂഹത്തിന് അത് പ്രയോജനപ്രദമാണ്, സമൂഹത്തിന് അത് ഉപകാരപ്പെടണം, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടണം. അങ്ങനെയുള്ള സംഗതികൾ ഒഴിച്ച് ബാക്കിയെല്ലാം വെട്ടിക്കളയുക. ഇക്കിഗായുടെ തിയറിയാണിത്. നിങ്ങൾ ആദ്യം 3ാമത്തെ സ്റ്റെപ്പിൽ പോയി സമൂഹത്തിന് ഒരു യൂസും ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മളതിലേക്ക് നമ്മുടെ പാഷൻ അതിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഈ ലോകത്തിന് വേണ്ടുന്ന കാര്യമാണോ, ലോകത്തിന് വേണ്ടുന്ന കാര്യമാണോ, അത് ഏതെങ്കിലും രീതിയിൽ ലോകത്തിന് ആവശ്യമുള്ള കാര്യമാണോ എന്ന് അത് ഒഴിച്ച് ലോകത്തിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ലോകത്തിന് വലിയ പ്രയോജനം ഇല്ലാത്ത കാര്യമാണെങ്കിൽ, ഇപ്പൊ ഡാൻസ് നമ്മള് ലോകത്തിന് പ്രയോജനമുള്ളതാണ്, അത് എന്റർടൈൻമെന്റ്. ഇപ്പൊ നമ്മൾ നല്ല ഡാൻസുകാരനാണ്, പാട്ടുകാരനാണ്, അത് ലോകത്തിന് അതാരും വെട്ടിക്കളയരുത്. ഒരിക്കലും ഞാൻ ഇത് പഠിപ്പിച്ചപ്പോൾ ചോദിച്ചാണ്, സാറേ ഞാൻ പാട്ടുകാരനാകാനാണ്, അത് ഞാൻ വെട്ടിക്കളയുന്നത്. പാട്ട് വലിയൊരു ബിസിനസ്സാണിത്. പാട്ട് നല്ല എന്റർടൈൻമെന്റ് ആണ്, ഡാൻസ് എന്റർടൈൻമെന്റ് ആണ്, അത് ലോകത്തിന് ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടിക്കളയരുത്. സാഹിത്യം ആൾക്കാർക്ക് ലോകത്ത് ആവശ്യമുള്ളതാണ്, ആർട്ട് ആവശ്യമുള്ളതാണ്, ചിത്രം വരയ്ക്കുന്നത് ആവശ്യമുള്ളതാണ്. ഇതൊക്കെ ആവശ്യമുണ്ട്, ലോകത്തിന് പ്രയോജനമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടിക്കളയരുത്. അത് ലോകത്തിന് പ്രയോജനമുള്ളതാണ് ആയിരിക്കണം. ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞോ? ഇനി കുറച്ച് സംഗതി കാണും. ഇനി നിങ്ങൾക്ക് 10 സെലക്ട് ചെയ്താൽ ഇതിനകത്ത് നിന്നൊരു 4 കാണും. ഈ 4 ഇപ്പൊ ലാസ്റ്റ് 4ാമത്തെ ഇതാണ് ഇക്കിഗായി അനുസരിച്ച് നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാനുള്ള 4ാമത്തെ കാര്യം. ഈ നിങ്ങളിപ്പോൾ ഇതുവരെ ഈ 3 അരിപ്പയിൽ കൂടി കടന്നു വന്ന സംഗതിയിൽ ആ സംഗതി ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും സുഖമായി ജീവിക്കാനുള്ള ശമ്പളം അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കും.
ചില കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ പാഷനായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാനും പട്ടിണിയാണ്, നമ്മുടെ കുടുംബവും പട്ടിണിയാണ്, നമ്മൾ ആശ്രയിക്കുന്നവരും പട്ടിണിയാണെങ്കിൽ അത് നിങ്ങളുടെ പാഷനല്ല, നിയോഗമല്ല എന്നാണ് ഇക്കിഗായി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സംഗതി ഈ 3 അരിപ്പയിൽ കൂടി എന്ന 4ാമത്തെ വരുമ്പം നിങ്ങളുടെ ഈ പാഷൻ വിറ്റാൽ, അതാണ് ലോകത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത്. ഈ പാഷൻ വിറ്റാൽ അതിലൊക്കെ നിങ്ങൾ പ്രഗത്ഭരാണോ, അതിൽ ആ ഒരെണ്ണം മാത്രമേ എടുക്കൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ 4ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ 3 അരിപ്പയിൽ കൂടി വരുമ്പോൾ 4ാമത്തെ സ്റ്റെപ്പിൽ വരുന്നതിൽ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കും നിങ്ങളുടെ ആശ്രിതർക്കും നിങ്ങളുടെ ഭാവിയിലേക്കും ഒക്കെ വേണ്ടുന്ന സമ്പത്ത് കിട്ടാനുള്ള, ഇല്ലെങ്കിൽ സാലറി, ഇല്ലെങ്കിൽ ലാഭം, പ്രതിഫലം കിട്ടുമോ? ഇപ്പൊ സാഹിത്യകാരന്മാരാണെങ്കിൽ പ്രതിഫലമായിരിക്കും കിട്ടും. അപ്പൊ അങ്ങനെ അഭിനയിക്കുന്നവരാണെങ്കിൽ പ്രതിഫലം കിട്ടും. അങ്ങനെ കിട്ടുന്ന സംഗതി ഒഴിച്ച്, അതായത് നമ്മൾ ജീവിക്കണമല്ലോ, നമുക്ക് പാഷനും ആഗ്രഹങ്ങളും കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കണം, നമ്മൾ ആശ്രയിക്കുന്നവർ ജീവിക്കണം, നാളെയും നമ്മൾ ജീവിക്കേണ്ടിയിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള പ്രതിഫലം കിട്ടുന്ന സംഗതി ഒഴിച്ച് ബാക്കിയെല്ലാം വെട്ടിക്കളയുക. ആ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും കൂടുതൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടണമെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ആ ഒരൊറ്റ സംഗതി. അപ്പൊ 4 സംഗതി അവസാനം വരുമ്പോൾ ചിലപ്പം പ്രതിഫലം കിട്ടുന്നതായിരിക്കാം. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടാക്കുന്ന ആ ഒരു കാര്യമാണ് നിങ്ങളുടെ നിയോഗം. അതിലേക്ക് പോകണം, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് ഇക്കിഗായി പറയുന്നത്. ഇത് മനസ്സിലായത്? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് അല്പം കൺഫ്യൂഷൻ ആയിരിക്കും. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ രാഷ്ട്രീയത്തിലാണ് പോകാൻ പോകുന്നത്, അപ്പൊ ഞാൻ അഴിമതിക്കാണോ എന്നൊക്കെ ചോദിക്കാം. രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ ഒരു MLA ആയി, ഇനി മന്ത്രിയായ ശമ്പളം കിട്ടും, പൈസ കിട്ടും, അങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ എന്ന് നോക്കണം. രാഷ്ട്രീയക്കാരനാണെങ്കിൽ എനിക്ക് ജനസേവനം ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാരനായി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവും നിങ്ങൾ ഒക്കെ ജീവിക്കാനുള്ള സാലറി കിട്ടണം. ആ നിലയിൽ എത്താൻ കഴിയാം, അതിനുള്ള കാലിബർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരനാകാവൂ. അല്ലാതെ ജനസേവനം കൊണ്ട് മാത്രം രാഷ്ട്രീയക്കാരനായിട്ട് നിങ്ങളും പട്ടിണിയായി പോവും, നിങ്ങളുടെ കുടുംബക്കാരും പട്ടിണിയായി പോവും, അവസാനം അഴിമതി ചെയ്യേണ്ടി വരും ഒരു നിവൃത്തിയില്ലാതെ. അങ്ങനെ വരാം. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ രാഷ്ട്രീയം ചെയ്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ആകാൻ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അതിന് പോകാം. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ഇക്കിഗായിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇക്കിഗായി അവർ എഴുതി വെച്ചുകൊണ്ട്, ജപ്പാൻകാർ എഴുതി വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ശരിയായിരിക്കണമെന്ന് പറയണ്ട. ഇത് അവരൊരു മാർഗം പറയും. ഇതിന് അങ്ങനെ പല മാർഗങ്ങളും പലരും പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഒരു മാർഗം ഇക്കിഗായിക്കകത്ത് ജപ്പാൻകാർ പറയുന്ന ഒരു മാർഗമാണ്. നമ്മള് 4ാമത് പറഞ്ഞില്ലയോ, നിങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കും ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോന്ന്. നമ്മളിപ്പോ ഏതൊരു പ്രൊഫഷണൽ ആയാലും, അതിപ്പോ സാറ് പറഞ്ഞ പോലെ ബിസിനസ്സോ മറ്റു പാട്ടോ എന്തെടുത്താലും നമ്മൾ അതിലോട്ട് ഇൻവോൾവ് ആയി അതിലോട്ട് ഇറങ്ങി ചെന്നാൽ മാത്രമല്ലേ സാർ അതിന്റെ സക്സസും അതിന്റെ വിജയവും നമുക്ക് അറിയാൻ പറ്റൂ. ആ സക്സസ് ആവുമെന്ന് അറിയണമെങ്കിൽ, അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സക്സസ് ആവണമെന്ന് പറയണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ തന്നെ, ഞാന് ഒരു ജില്ലാ ലേബർ ഓഫീസർ ആയിട്ടിരുന്ന ഒരാളാണ്. ജില്ലാ ലേബർ ഓഫീസർ ആയിട്ടിരുന്ന ആള് ലേബറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു യൂട്യൂബിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുസ്തകം, ചാണക്യനുള്ള പുസ്തകം എഴുതി. അപ്പൊ ഈ എഴുതിയപ്പം ഈ ഒരു പാഷൻ എനിക്ക് എവിടെങ്കിലും മറിഞ്ഞു കിടന്നു. പണ്ട് ഞാൻ ചെയ്ത് വിജയിച്ചിരിക്കണം. ഞാൻ ചെറുപ്പത്തില് കഥകൾ എഴുതുമായിരുന്നു. കോളേജ് മാഗസിനിലും സ്കൂൾ കയ്യെഴുത്ത് പ്രതികളിലും നാട്ടിലും ഒക്കെ ഞാൻ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഞാൻ നാടകം സംവിധാനം ചെയ്തിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പ്രാസംഗികനായിരുന്നു. ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, മത്സരത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു ടാലന്റ് ഉള്ളത് കൊണ്ടാണ് അത് റിട്ടയർമെന്റ് ആയതിനു ശേഷം അതൊന്ന് ഡെവലപ്പായി വരുന്നു. എനിക്ക് ഒന്നുമില്ല, ഞാൻ എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, പിന്നെ സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ഒരു യൂട്യൂബ് നടത്തിയാൽ പരാജയപ്പെട്ടു പോകും. ഈ മോട്ടിവേഷൻ ക്ലാസ്, ചില യൂട്യൂബ് എല്ലാത്തിനും വായിക്കാത്തതിനും ചിലപ്പം പിന്നെ വിജയിക്കുന്നുണ്ടായിരിക്കും. അത് പിന്നെ ബ്ലോഗൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർ അങ്ങനെ വിജയിക്കുന്നുണ്ട്. യാത്രാ ബ്ലോഗ് വിജയിക്കുന്നവരുണ്ട്, പാചകക്കാർ വിജയിക്കുന്നുണ്ട്, അങ്ങനെ പാചക ബ്ലോഗുകൾ വിജയിക്കുന്നുണ്ട്. അപ്പൊ അവർ ആ ഫീൽഡിൽ അവർക്ക് ഒരു ടാലന്റ് ഉണ്ടായിരിക്കും. അവർ എപ്പോഴെങ്കിലും ഒക്കെ നല്ല പാചകക്കാരായിരിക്കണം, പാചകം
എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ അവർക്ക് ആ പാചക ബ്ലോഗ് വിജയിക്കത്തുള്ളൂ. അവർക്ക് ആ ടേസ്റ്റ് മനസ്സിലാകണം. ആഹാരത്തോടും ഭക്ഷണത്തോടും ഒക്കെ താല്പര്യമുള്ളവരായിരിക്കണം. നല്ല ടേസ്റ്റായിട്ട് വെക്കാൻ നീ വെക്കുന്ന ആഹാരം കൊള്ളാമെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ അതിഥികളെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞ അങ്ങനെയുള്ളവർക്ക് പിന്നെ പാചക ബ്ലോഗ് തുടങ്ങിയാലേ വിജയിക്കും. അല്ലാതെ നമ്മൾ വീട്ടിൽ വെക്കുന്ന ആഹാരം തന്നെ ആൾക്ക് കഴിക്കാൻ കൊള്ളാത്ത ഒരാള് പാചക ബ്ലോഗ് തുടങ്ങിയാൽ പരാജയപ്പെടും. അത് എന്റെ അനുഭവത്തിൽ എന്ന് പറയാൻ, ഞാൻ കൊച്ചിലെ കഥകളും കവിതകളും ഒക്കെ എഴുതുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് പിന്നീട് യൂട്യൂബ് തുടങ്ങാനും ഒരു കഥ എഴുതാനും ഒരു സംഗതികൾ അവതരിപ്പിക്കാനും കഴിയും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് യൂട്യൂബിൽ ഈ മോട്ടിവേഷൻ വീഡിയോ വിജയിക്കുന്നത്. കാരണം ആൽക്കമിസ്റ്റിന് പലരും വായിച്ചിട്ട്, പല ആൾക്കാരും ആൽക്കമിസ്റ്റ് നോവൽ, അതിനകത്ത് ഒരുപാട് കമന്റ് ഉണ്ട്. ഞാൻ ആൽക്കമിസ്റ്റ് നോവലിൽ ആൾക്കാർ പറയുന്നതാണ്, നോവൽ വായിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ സാറിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം അത് അവലോകനം ചെയ്ത് അതിനകത്ത് ഉള്ളുകള്ളികൾ മനസ്സിലാക്കി എഴുതാനുള്ള ഒരു കഴിവ് എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആ യൂട്യൂബിൽ വിജയിച്ചത്. ഇപ്പൊ ടീച്ചർക്ക് പണ്ട് ഇതുപോലുള്ള കഴിവുണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങാം. ടീച്ചർ ജീവിതത്തിൽ ഒരിക്കലും പാട്ട് പാടിയിട്ടില്ല. പാട്ട് പാടുമ്പോഴെല്ലാം ആൾക്കാർ നിന്റെ പാട്ട് കൊള്ളത്തില്ല എന്ന് പണ്ടും പറഞ്ഞ് നമുക്ക് ഒരിക്കലും സമ്മാനം കിട്ടിയിട്ടില്ല. ആരും പ്രോത്സാഹനം നടത്തിയില്ലെങ്കിൽ ആ പാട്ട് കൊണ്ട് നമുക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ആ പാട്ട് കൊണ്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പാടാണെങ്കിലും അത് ഉൾക്കൊണ്ടേ പറ്റൂ. ചിലർ അങ്ങനെയാണ്. ചിലർക്ക് വലിയ ഇഷ്ടമായിരിക്കും, പാട്ട് വലിയ ഇഷ്ടമായിരിക്കും, അവർക്ക് പാട്ടുകാരനാകണമെന്ന്. പലരും അയൽവക്കത്തുകാരൊക്കെ പാട്ടുകാരനാകുമ്പോൾ അവർക്ക് പാട്ടുകാരനാകണമെന്ന് ആഗ്രഹം കാണും. പക്ഷെ അവർ ഒരിക്കൽ പോലും നല്ലൊരു പാട്ട് പാടി കാണത്തില്ല. അവര് പാട്ട് പാടുന്നത് അവർക്ക് പ്രൈസ് കിട്ടി കാണത്തില്ല. ഇല്ലെങ്കിൽ നിന്റെ പാട്ട് കൊള്ളാമെന്ന് ആരെങ്കിലും അടുത്ത സുഹൃത്തുക്കൾ പോലും അഭിനന്ദിച്ച് കണ്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ആ പാട്ട് കൊണ്ട് അവര് യേശുദാസോ ഇല്ലെങ്കിൽ ജാനകിയോ ഒക്കെ ആവാൻ പറ്റത്തില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ ചിലപ്പോൾ പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കതിന് കഴിവില്ല എന്ന് നമ്മളത് സ്വയം അംഗീകരിച്ചിട്ട് നമുക്ക് കഴിവുള്ള മേഖലകളിലേക്ക് പോകണം. മാമിന് മനസ്സിലായോ? മാം, ഹലോ. മനസ്സിലായി സാർ, മനസ്സിലായി. അതിൽ കൂടെ തന്നെ ഞാൻ ഒന്നുകൂടെ സാർ ഇപ്പോ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കുക. നമ്മളിപ്പം സാർ പറഞ്ഞില്ലേ, പല ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ എത്തിപ്പെടൂലല്ലോ. അവസ്ഥാപരമായി അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് ജോലി ചെയ്യേണ്ടി വരൂലേ, അതിൽ അവർ സംതൃപ്തരല്ല എന്നുള്ള ഒരു ഇത് ഉണ്ടല്ലോ സാർ. അവിടെ സക്സസ് ആകുമോ ഇല്ലയോ? ഇത് പിന്നെ രണ്ടു കാര്യമുണ്ട്. ഒന്ന്, നമ്മള് സാഹചര്യങ്ങൾ കൊണ്ട് ചിലര് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക. മറ്റേ നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയാണ് കിട്ടുന്നത്, പക്ഷെ അതിന് നല്ല ശമ്പളം ഉണ്ടെങ്കിൽ ആ കിട്ടിയതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. ഒരാള് ഇപ്പം ഒരാളെ വിവാഹം കഴിക്കാൻ ഒരാഗ്രഹിക്കുന്നു, അവരെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? പറ്റിയതിനെ ഇഷ്ടപ്പെടുക. അതിന് ഇഷ്ടപ്പെടാൻ പിന്നെ സ്റ്റെപ്പായിട്ട് ഇഷ്ടപ്പെടുക. നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയാണ് കിട്ടിയത്, പക്ഷെ അത് മാർഗമുള്ളൂ. മറ്റേ കിട്ടിയില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി, നമ്മൾ കിട്ടിയ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക. അതിൽ ആനന്ദം കണ്ടെത്തുക, അതിനകത്ത് പുതിയ പരീക്ഷ നടത്തുക, അതിനകത്ത് വിജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനോടൊപ്പം തന്നെ സൈഡായിട്ട് നമ്മുടെ പാഷൻ വളർത്തിക്കൊണ്ടുവരാൻ നോക്കുക. അത് എപ്പോഴെങ്കിലും സക്സസ്. നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, അതായത് 56 വയസ്സ് കഴിയുമ്പോഴാണ് എൻ്റെ ആ പാഷൻ സക്സസ് ആയിട്ട് വരുന്നത്. ഞാൻ സൈഡായിട്ട് അത് എഴുതാനും വായിക്കാനും ഒക്കെ, പിന്നെ കൊച്ചിലെ മുതൽ വായിക്കാനും ജോലി കിട്ടുമ്പോഴും വായിക്കാനും ഒക്കെ കൊണ്ട് സൈഡായിട്ട് കൊണ്ട് നടന്നത്. അതിനൊരു അവസരം പിന്നീട് എപ്പോഴെങ്കിലും ഈ പ്രപഞ്ചം നമുക്ക് കൊണ്ട് തരും. പക്ഷെ അതിനെ ഉപേക്ഷിക്കരുത്. സൈഡായിട്ട് ആ പ്രൊഫഷൻ നമ്മൾ വളർത്താനായിട്ട് നോക്കുക. പക്ഷെ മെയിൻ കിട്ടിയ ജോലി ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ആകെ ദുരിതമായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ എനിക്ക് കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട ജോലി അല്ല എനിക്ക് കിട്ടിയത്, എനിക്ക് വലിയ പാടാണെന്ന് വെച്ചാൽ ഓരോ നിമിഷവും നമുക്ക് ദുഃഖമായിരിക്കും. അപ്പൊ ആ കിട്ടിയ ജോലിയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കണം. അതിനകത്ത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അതിനകത്ത് ശമ്പളം കിട്ടുമെങ്കിൽ അത് തന്നെ ഇഷ്ടപ്പെടാം. നല്ല ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർ ജീവിക്കുന്നു, നമ്മുടെ ആശ്രിതർ ജീവിക്കുന്നു, നമ്മുടെ മക്കൾ ജീവിക്കുന്നു. അപ്പൊ നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ കഴിയും. പക്ഷെ ആ ജോലിക്ക് ഇച്ചിരി പാടൊക്കെ ആയിരിക്കും. പക്ഷെ അതിനെ ഇഷ്ടപ്പെടുക. എന്നിട്ട് ആ ശമ്പളം തിങ്ക് ഗ്ലോബലി, വർക്ക് ലോക്കലി എന്നും പറയും അല്ലേ? പക്ഷെ വലിയ സ്വപ്നങ്ങൾ കാണുകയും ചെറിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം.
അത് ചെയ്യേണ്ടി വരും. മനുഷ്യന്റെ ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം 100% നടക്കാനുള്ള സാധ്യത കുറവാണ്. അത് കുറച്ചു പേർക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കാവൂ. ചിലർക്ക് പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും പൂവണിയും. അത് ഇപ്പോഴല്ല. നിങ്ങൾക്ക് ഒരു അഭിനയിക്കാൻ ഒരു ശക്തി ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെ പരിപോഷിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവസരം വരും. ചിലപ്പോൾ അത് വെച്ചിട്ട് ആ അവസരം വെച്ചിട്ട് ചിലപ്പോൾ കയറിപ്പോവും. പക്ഷെ ആ അവസരം വരുന്നവരെ ഒന്നും ചെയ്യാതിരിക്കണം, എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ ഉള്ള കാര്യം ആ അവസരം വരുന്നവരെ ഇപ്പം എന്താണോ ചെയ്യാൻ നമ്മളൊരു കർമ്മമുള്ളത് അത് ചെയ്യുകയും ചെയ്യാം. അത് ചെയ്യുക. ചെയ്യാതിരുന്ന നമ്മള് ഇപ്പൊ ഒരു ഉണ്ണികൃഷ്ണൻ ഈയിടയ്ക്ക് മരിച്ച് ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഒരു നടനുണ്ടായിരുന്നു. അങ്ങനെ 75 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ചാൻസ് കിട്ടിയത്. അപ്പൊ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചു. അങ്ങനെ നമ്മുടെ എന്തോ പേര് നമ്മുടെ ദിലീപിന്റെ ഒക്കെ ഒരു പടത്തിലാണ് കൂടുതൽ വരുന്നത്. പിന്നെ അതിന് മുമ്പ് അതെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അങ്ങേർക്ക് അതിനൊരു അവസരം വന്നത്. അങ്ങേർക്ക് പക്ഷെ ആയിട്ട് അങ്ങേർക്ക് ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷെ അത് 75 വയസ്സ് വരെയും വന്നില്ല. അബ്രഹാം ലിങ്കൺ 33 പ്രാവശ്യം പരാജയപ്പെട്ടു. പരാജയപ്പെടും. പക്ഷെ അത് എപ്പോഴെങ്കിലും ആ അവസരം വരും. കഴിവുണ്ടെങ്കിൽ ആ അവസരം വരും. പക്ഷെ എല്ലാവർക്കും അവസരം വരും എന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ യാഥാർത്ഥ്യത്തിൽ അത് വരത്തില്ല. കാരണം ഈ പ്രകൃതിക്ക് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അത് പ്രകൃതിക്ക് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹം ചിലപ്പോൾ പ്രകൃതിക്ക് നമുക്ക് തന്നാൽ ചിലപ്പോൾ അത് നമ്മുടെ നാശത്തിലേക്കായിരിക്കാം എന്നായിരിക്കും ചിലപ്പോൾ പ്രപഞ്ചം വരുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പായില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇത് ചിലപ്പോൾ നമ്മളത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ദുരിതങ്ങളായി പോയേനെ എന്ന് വിചാരിക്കും. ആ ഫോക്കസിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അത് ആ ഫോക്കസിനകത്ത് നമ്മളിപ്പോ റെഡ് കാർപ്പറ്റ് പറഞ്ഞു. അടുത്ത ഫോക്കസ് ചെയ്യേണ്ടി എന്താ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് അടുത്ത രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ സീക്രട്ട്. അതായത് ഈ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിലായിരിക്കണം. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിലായിരിക്കണം. ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ നമുക്ക് അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുന്നു. അവിടെ ട്രംപും പിന്നെ കമലാ ഹാരിസും ഒക്കെ ആയിട്ട് ഭയങ്കര മത്സരം നടക്കുന്നു. നമ്മൾ ഇവിടുന്ന് ആഗ്രഹിക്കുകയാണ് എനിക്കും അമേരിക്കൻ പ്രസിഡന്റ് ആകണം എന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആവണമെങ്കിൽ ആദ്യം അമേരിക്കൻ പൗരത്വമാകണം. നമ്മൾ കേരളത്തില് പിന്നെ ഇരുന്ന് ഇതുവരെ അമേരിക്കൻ പൗരത്വം അല്ലെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ മക്കളോ ആരെങ്കിലുമൊക്കെ പോയി ഇല്ലെങ്കിൽ നമ്മൾ പോയി അവിടെ പോയി പൗരത്വം എടുത്ത് പിന്നെ അവിടുത്തെ ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് പിന്നെ അവിടെ ആ പാർട്ടിയിലെ വലിയ ആളായി പിന്നെ നമുക്ക് സ്ഥാനാർത്ഥിത്വമായി അമേരിക്കൻ പ്രസിഡന്റ് ആകുക എന്നുള്ളത് വളരെ വളരെ റെയറായിട്ട് പിന്നെ കോടികളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ചില അത്ഭുതങ്ങളായിട്ട് മാത്രമേ ഇങ്ങനെ വരാൻ. അങ്ങനെ കോടികളുടെ സാധ്യത നമ്മൾ നോക്കരുത് എന്നാണ് ഇതിന്റെ രണ്ടാമത്തെ നിയമം. നമ്മൾ വിജയിക്കുന്നതെന്ന് പറഞ്ഞാൽ വിജയിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഒരിക്കലും സാധ്യതയില്ലാത്ത നമ്മളെ കൊണ്ട് കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ആയ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ഫോക്കസ് ചെയ്ത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്ത് സമയം കളയരുത്. അതിന്റെ സീക്രട്ടാണ്. അത് എല്ലാവരും പറയത്തില്ല. എല്ലാവരും മോട്ടിവേഷൻ ട്രെയിനർമാരൊക്കെ പറയും നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് നടക്കുമെന്ന്. വെറുതെയാണ്. അത് ആ തിയറി മാത്രമാണ്. ഇതിന്റെ സീക്രട്ട് നമുക്ക് നടക്കാൻ കാര്യമുള്ള, നടക്കാൻ സാധ്യതയുള്ള, യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള കാര്യങ്ങളിൽ വേണം ഫോക്കസ് ചെയ്യാൻ. ആ ഫോക്കസിന്റെ രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു കാര്യത്തിൽ മാത്രം ഒരു സമയം ഫോക്കസ് ചെയ്യണം. അത് നേടിക്കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോകണം. രണ്ടാമത്, നടക്കാൻ എന്തെങ്കിലും വിദൂരമായെങ്കിലും ഒരു സാധ്യതയുള്ള കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. നമുക്ക് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എന്തിനാണ് ഇന്ത്യൻ നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി ആകണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയക്കാരനല്ല. ഇതുവരെ ഒരു പിന്നെ പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരാള് ഒരു 10-30 വയസ്സ് കഴിയുമ്പോൾ ഞാനിനി ഏതെങ്കിലും ഒരു പാർട്ടി ചേർന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി പിന്നെ MP ആയി മന്ത്രിയായി പിന്നെ പ്രധാനമന്ത്രി ആകും എന്നൊക്കെ സ്വപ്നം കാണുന്നത് ഇത് നമ്മൾ അഫർമേഷൻ നടത്തുന്നതും ഒക്കെ
യഥാർത്ഥത്തിൽ വേസ്റ്റ് ആണ്. കാരണം അത് സംഭവിക്കാനുള്ളത് കോടികളുടെ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ സാധ്യത ഉള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. സാധ്യത കൂടുതലുള്ള കാര്യങ്ങളിലേക്ക് നടക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളിലേക്ക്. അല്ല വെറുതെ നമ്മൾ സമയം കളയുന്ന എന്തിനു നടക്കാത്ത കാര്യം. ഇപ്പൊ ഞാൻ ഇതുവരെ ആർക്കും ഒരു സേവനം ചെയ്തിട്ടില്ല. ഒരു പാർട്ടിയും നമുക്ക് ഇഷ്ടമല്ല, ഒരു പാർട്ടിയുടെയും പ്രവർത്തനമല്ല. ഇല്ലെങ്കിൽ നമ്മൾ ആ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് ഇതുവരെ നമ്മൾ 10-40 വയസ്സായിട്ടും ഇല്ലെങ്കിൽ 10-30 വയസ്സായിട്ടും നമ്മൾ അതിന്റെ ഒരു പഞ്ചായത്ത് ഭാരവാഹി പോലും ആയില്ല. ഞാൻ ഇരുന്നിട്ട് ഞാന് പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആവണം ഇല്ലെങ്കിൽ പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാകും. സാധ്യത ചിലപ്പോൾ അപൂർവമായിട്ടുണ്ടാകും. കാരണം പിന്നെ APJ അബ്ദുൽ കലാം അദ്ദേഹം ഒരിക്കൽ പോലും ഇന്ത്യൻ പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ചു കാണും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ആ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് കാണത്തില്ലായിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങൾ എങ്ങനെ വരും. അതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള 120 കോടിയിലെ ഒരു സാധ്യതയാണ്. 120 കോടി ജനങ്ങളുള്ളതിലെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് സാധ്യത തന്നെ ഇല്ലെന്ന് പറയാം. ഇങ്ങനെ വെള്ളം ചേർത്ത് പാലിൽ വെള്ളം ചേർത്ത് അവസാനം വെള്ളം മാത്രമാകുന്ന ഒരു അവസ്ഥയാണ്. പാലില്ല. ഇത് നിങ്ങളടുത്ത് പല മോട്ടിവേഷൻ ട്രെയിനർമാരും പറയില്ല. കാരണം അവര് ആഗ്രഹിച്ചോളാൻ പറഞ്ഞു. നമ്മുടെ സമയമാണ് പോകുന്നത്. സാധ്യത ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. അത് ഞാൻ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ എന്തെങ്കിലും നമുക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ പലരും ഉറങ്ങിപ്പോയി, പലരും ഇത് കേട്ടിട്ട് ചിലപ്പം ഞാൻ അങ്ങനെയല്ലല്ലോ, എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ ക്ലാസ്സിന് വന്ന്, ഇത് സാധിക്കത്തില്ല, നടക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തിനാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, അറിയാനൊക്കെ ചോദിച്ചു. ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയും. ഇത്രയും നമ്മൾ 6 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 2 പോയിന്റും പറഞ്ഞു. ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം. ഫരീദ എന്തെങ്കിലുമൊക്കെ പറയാനോ ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. ഇതിനകത്ത് സംശയം മനസ്സിലാകാത്ത കാര്യമുണ്ടോ അതോ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ മനസ്സിലായ കാര്യം പറയും. എന്താണ് മനസ്സിലായെന്ന് പറയാം. അത് എന്നിട്ടല്ലേ മനസ്സിലാകാത്ത കാര്യമുണ്ടോ? ഇതിലിപ്പോ സാറ് പറഞ്ഞില്ലേ, നമ്മളിപ്പോ ആഗ്രഹിച്ച സംഭവങ്ങൾ നമ്മൾ കാണാന്ന്. അത് സത്യം പറഞ്ഞാല് എന്റെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു സംഭവം കേട്ടോ. ഞാനിപ്പോ ഒരു വണ്ടി ആഗ്രഹിച്ചത്, ആ വണ്ടി ഞാൻ എപ്പോഴും പുറത്തിറങ്ങി ഞാൻ ഫസ്റ്റ് കാണാതെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ആദ്യം ആ വണ്ടി കാണലേ ഇല്ലായിരുന്നു. പക്ഷെ ഞാനത് ആഗ്രഹിച്ചത് മുതല് ആ വണ്ടി, ഞാനിപ്പോ ഒരു മലപ്പുറമൊക്കെ പോയാല് ആ വണ്ടി ഞാനിപ്പോ എന്തായാലും ഒരു 10 ഞാൻ ആ വണ്ടി കാണും. ഞാൻ വിചാരിക്കും എങ്ങനെ ഇപ്പൊ ഞാൻ അത് അത്ര കാലം ഞാൻ ആ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല. കുറെ കാലം മുമ്പുള്ള വണ്ടിയാ, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ആ വണ്ടി കാണും. അങ്ങനെ വിചാരിച്ചത് അത് കറക്റ്റ് ആണ്. എന്റെ ഇതില് ഞാൻ അത് എന്താ പറയാ, അതിലൊരു മാറ്റില്ല. കറക്റ്റ് ആയിട്ട് ഇപ്പൊ എന്റെ മക്കളൊക്കെ പറയാ, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരു കാണിച്ചിരും, നിങ്ങളെ വണ്ടി ഏതാ പോണു, അങ്ങനെ പറയാം. മക്കള് കാണിച്ചിരും, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരു കാണിച്ചിരും, നിങ്ങളെ വണ്ടി ഏതാ പോണു. പക്ഷെ അത് ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് കേട്ടോ. അതിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കറക്റ്റ് ആയിട്ട് അത് ആ റെഡ് കാറിന്റെ പറഞ്ഞപ്പോ അങ്ങനെ വിചാരിച്ചേ. വളരെ സന്തോഷം. പിന്നെ പറഞ്ഞാല് എന്റെ ആഗ്രഹത്തില് ഞാന് നേടാൻ പറ്റാത്തൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വെട്ടിയാന്, പക്ഷെ എന്നാലും ഫസ്റ്റത്തെ ആഗ്രഹത്തിന് മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ അത് ഇതുവരെ ആഗ്രഹിച്ചൊക്കെ നടന്നേക്കണ്. ഇനി നടക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നടക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഞാൻ കേറിയിരിക്കണേ. ഇനി ബാക്കി പഠിച്ചോന്റെ അടുത്താണ്. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ വിചാരിച്ചു ഇപ്പൊ നമ്മളിപ്പോ ഇന്നൊക്കെ നമ്മളിപ്പോ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാല് എനിക്ക് എന്റെ മൊബൈലിന്റെ ഉപയോഗം എനിക്ക് കുറക്കാനേ പറ്റുള്ളൂ. എന്റെ മെയിൻ പ്രശ്നമായിട്ട് എനിക്കുള്ളത് അത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാന് പറയുമ്പോ എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇങ്ങനെ ഇൻസ്റ്റ ഒന്നും ഇല്ല എന്റെ അടുത്ത്. ഞാൻ അതൊക്കെ നമ്മളെ ലക്ഷ്യം നേടിയിട്ട് എടുക്കുള്ളൂ വിചാരിച്ചിട്ട് അതൊന്നുമില്ല. പക്ഷെ എന്നാലും യൂട്യൂബ് കാണൽ എനിക്ക് നല്ല വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മള് മൊബൈൽ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല. ആൾക്കാർ പലരും പറയുന്നുണ്ട് മൊബൈൽ ഉപയോഗിക്കരുത്, പക്ഷെ അത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് നിയന്ത്രണം വേണം, അതിന് സമയബന്ധിതമായി വെക്കണം. നമ്മളിപ്പം ഒരു രാവിലെ നമുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മൊബൈൽ നോക്കരുത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം മൊബൈൽ നോക്കി വിളിക്കാൻ. അന്ന് സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ 9 മണിക്ക് ശേഷം മാത്രമേ എടുക്കലുള്ളൂ. പക്ഷെ എന്നാലും
നമ്മളൊരു പഠിക്കേണ്ട അടിയിലൊക്കെ എന്തേലും മൊബൈലിന് എടുത്താല് അതാണ് അവിടെയാണ് എനിക്ക് പറ്റുന്നുണ്ട്. മൊബൈലിന് എടുത്താ പിന്നെ നമ്മള് റീൽസ് ഒക്കെ കണ്ട് ഇങ്ങനെ പോവാ. അതങ്ങനെയാണ്. കാരണം ഇതൊരു അഡിക്ഷൻ ആണ്. അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഹാബിറ്റായി മാറും. സ്ഥിരം ചെയ്യുന്നതേ. പിന്നെ സ്വഭാവം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളിങ്ങനെ മൊബൈൽ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. അപ്പൊ ഇല്ലെങ്കിൽ എന്തോ ഒരു അസുഖം പോലെ വരും. കാരണം ഇത് നമുക്കൊരു എന്തോ ഒരു പോരായ്മ പോലെ തോന്നും. അത് ആൾക്കാർക്ക് തോന്നാണ്. അത് ചെയ്തില്ലെങ്കിൽ എടാ നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. അതിന് പകരം നമ്മൾ അത് നോക്കരുത് എന്ന് തന്നെ വെക്കണം. നമ്മൾ ആ നോക്കേണ്ട സമയത്ത് മാത്രം നോക്കുക. വിളിക്കേണ്ട സമയത്ത് ഇപ്പൊ വാട്സാപ്പ് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന അതിനകത്ത് സന്ദേശം അയക്കാനും സമയം കാണും. അതിനകത്ത് കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ വാട്സാപ്പ് നോക്കാൻ വാട്സപ്പിലൊന്നും ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഈ സ്ക്രോൾ ചെയ്യല് മാത്രമാണ് എന്റെ പ്രശ്നം. വാട്സപ്പ് ഒന്നും ഇല്ല കേട്ടോ. അതൊന്നും ഞാൻ നോക്കലേ ഇല്ല. വലിയതൊന്നും കൊടുക്കലും ഇല്ല. റീൽ കാണുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ റീൽ ഇട്ടിരിക്കുന്നത്. കാരണം അതൊരു സൈക്കോളജിക്കലായിട്ട് അവർക്കറിയാം. റീല് കാണുമ്പോൾ വിവിധ തരത്തിൽ റീൽ കാണും. നമ്മളൊരു എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ അതിനകത്ത് സന്തോഷിക്കുന്നു. ആ സന്തോഷം നിന്ന് മാറാൻ നമുക്ക് ആഗ്രഹമില്ല. കാരണം നമ്മൾ എപ്പോഴും മനുഷ്യന്റെ സ്വഭാവം നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ആ സന്തോഷമുള്ള കാര്യം അധികമാകുമ്പോൾ അത് നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമുക്ക് സന്തോഷം തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പം സംസാരിച്ചുകൊണ്ട് ആലോചിക്കാം, നമ്മളിപ്പം വീട്ടില് നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ബാക്കി കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ്. പക്ഷെ അത് ഒരുപാട് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ബാക്കി അസുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മുടെ സന്തോഷങ്ങൾ ഉണ്ടാവും. ആ സന്തോഷങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക. ആ പരിധി നിശ്ചയിച്ചില്ലെങ്കിൽ ആ സന്തോഷം ദുഃഖമായി മാറും. ബാക്കിയുള്ള ജോലികളെയും ബാധിക്കും. അതുകൊണ്ട് മൊബൈൽ കാണുന്നു, റീല് കാണുന്നു മോശമൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ചിരിക്കുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മനുഷ്യന് ആവശ്യമാണ്. ഇതൊന്നും പാവമാണോ ഇല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്, എന്നാലും ഒരു അടുത്തത് കണ്ടുകളയാം. അപ്പൊ ആവശ്യമില്ലാത്തത് ഇത് തെറ്റാണ് എന്നുള്ള ബോധ മനസ്സിലുണ്ടെങ്കിൽ അതിനെ ലംഘിക്കാനുള്ള ഒരു വാസന കൂടെ മനുഷ്യരുണ്ടാവും. അവര് കാണുന്നത് ഒരുപാട് കാണുന്നത് തെറ്റാണ്, അത് അങ്ങനെ കാണാൻ പാടില്ല എന്നങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ നമ്മളത് കണ്ടുപോകും. അത് നമ്മുടെ മനസ്സിന്റെ വാസനയാണ്. നിരോധിച്ചതെല്ലാം പണ്ട് ആദ്യം പോലെ ഇങ്ങനെയാണ്. നിരോധിച്ച പഴം കഴിക്കാനാണ് ആൾക്കാർക്ക് ആഗ്രഹം, അത് മാറ്റിവെക്കാനല്ല. അത് മനുഷ്യന്റെ ജന്മനാ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സമയക്ലിപ്തത ഒരു കടലാസിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതി വെക്കണം. ഞാൻ ഇന്ന സമയത്ത് ഇത് കാണത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് യാത്രയിൽ കാണാം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പൊ അങ്ങനെ ചെയ്തോ. ഞാൻ ഒന്നുകിൽ വൈകിട്ട് 7 മണി മുതൽ 1 മണിക്കൂർ കാണും, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് സമയത്ത് ഞാൻ ഈ റീലുകൾ കാണും. ആ സമയത്ത് ഇത് കാണും. അല്ലാത്ത സമയത്ത് നമ്മൾ ഓരോന്നിനും ടൈം വെച്ചിട്ട് കുറെ കഴിയുമ്പോൾ അത് സ്ഥിരം ആയിക്കോളും. ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. നമ്മള് സ്ഥിരം ഇങ്ങനെ റീല് കാണുന്നത് ഇങ്ങനെ മാറ്റി വെച്ച് അതിന് സമയകൃത്യത വരുമ്പോൾ പിന്നെ നമുക്ക് റീല് കാണണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കാണും. ആ സമയത്ത് അങ്ങനെ അങ്ങ് പോകും. റീല് കാണുന്ന മോശമൊന്നുമല്ല. ആവശ്യം നമുക്ക് എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് വേണം, പാട്ട് കേൾക്കണം, തമാശ കിട്ടണം, അതിനകത്ത് പൊട്ടിച്ചിരിക്കണം, ഇതൊക്കെ വേണം. ഇതെല്ലാം മനുഷ്യന് ആവശ്യമാണ്. ഇതൊക്കെ പാവമാണെന്നോ ഇല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണോ എന്ന് വിചാരിച്ചാൽ അത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ ലംഘിക്കാനുള്ള നമ്മള് ഉത്പ്രേരണ മനുഷ്യനുള്ള ഉത്പ്രേരണയാണ്. അതുകൊണ്ട് ഇതൊന്നും തെറ്റല്ല. നമ്മളത് പക്ഷെ അധികമാകരുത് എന്നുള്ള ഒരു നിലയിൽ അത് നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള തിരിച്ചറിവിൽ അതങ്ങ് നിയന്ത്രിച്ചാൽ മതി. ആ തിരിച്ചറിവും ടൈം ക്ലിപ്തതയും കൂടെ വെച്ചാൽ അത് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സാർ. ഇനി അങ്ങനെ നോക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ഞാൻ അടുത്ത കൂടെ എടുക്കാം. അടുത്തൊരു പോയിന്റ് എടുക്കാം. അടുത്ത നമ്മളെ 7 കാര്യങ്ങളിൽ അടുത്ത 3-മത്തത് ബിലീഫാണ്. നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മളെ സ്വപ്നങ്ങൾ, അതായത് നമ്മൾ ഇത്രയും കാര്യം കഴിഞ്ഞു. നമ്മൾ 1 തിരഞ്ഞെടുത്തു. ആ 1 തിരഞ്ഞെടുത്തത് നമ്മൾ ഏതടിസ്ഥാനത്തിലാണ്? നടക്കാൻ സാധ്യതയുള്ള ഒരെണ്ണം തിരഞ്ഞെടുത്തു. ആ ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ട് അത് നടക്കുമെന്ന് വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. നമ്മളിങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നടക്കാൻ സാധ്യതയുള്ള ഒരു സ്വപ്നം തിരഞ്ഞെടുക്കുകയും ആ സ്വപ്നം നടക്കുമെന്ന് ആത്മാർത്ഥമായി എന്ന് വിശ്വസിക്കണം. നമ്മുടെ 2 മൈൻഡ് ഉണ്ട്. അതായത്
നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ് എന്നൊരു സാധനം എല്ലാ മനുഷ്യന്റെ മനസ്സിലുണ്ട്. അങ്ങനെ നടക്കുമോ? എനിക്ക് അതിന് നടക്കാൻ കഴിവാണോ? നമ്മൾ ബാക്കിയൊക്കെ ഇങ്ങനെ അരിച്ചരിച്ചാണ് ഇത് കൊണ്ടുവരുന്നത്. ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം തിരഞ്ഞെടുത്ത് ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച് ഇത് നടക്കാൻ സാധ്യത ഉള്ളതാണ്. എൻ്റെ കഴിവിനും എൻ്റെ പരിസ്ഥിതിക്കും എൻ്റെ വിദ്യാഭ്യാസത്തിനും ഒക്കെ അനുസരിച്ച് ഈ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് തിരഞ്ഞെടുക്കുന്നു എന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. പിന്നീട് സംശയം വരുന്നത് ക്രിട്ടിക്കൽ മനസ്സ് ചോദിക്കുക, നീ തിരഞ്ഞെടുത്ത തെറ്റാണോ, ഇത് നടക്കുമോ, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് പിന്നീട് ചിന്തിക്കാൻ പാടില്ല. അതാണ് ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. അത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മളെ ഡ്രീമുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആണ് നമ്മൾ അരിപ്പൊക്കെ വരേണ്ടത്. ഈ അരിപ്പ് വന്ന് നടക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ വന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ക്രിട്ടിക്കൽ മൈൻഡിനോട് പറയുക, ഞാൻ ഈ നടപ്പാക്കും. നമുക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മുടെ മനസ്സും നമ്മളുമായിട്ട് എപ്പോഴും യുദ്ധം വരും. നമ്മൾ ഇതൊക്കെ തിരഞ്ഞെടുത്താലും നമ്മുടെ മനസ്സ് പറയും, ഇത് വലിയ സമയം പോക്കല്ലേ, ഇതിനെ കൊണ്ട് പറ്റുമോ? പറ്റും എന്ന് മനസ്സിനോട് പറയും. നമ്മളങ്ങനെ പറയണം. മനസ്സ് നമ്മളെപ്പോഴും ക്രിട്ടിക്കലാണ്. കാരണം മനുഷ്യന്റെ മനസ്സ് എപ്പോഴും സംശയാലുവാണ്, ക്രിട്ടിക്കലാണ്, ചോദ്യം ചെയ്യുന്ന മനസ്സ്. അത് ചോദിക്കും, ഇത് നടപ്പാക്കാൻ പറ്റുമോ, ഇത് ഒക്കെ നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ട്, എനിക്കിത് ആവശ്യമുണ്ട്, എന്റെ ലക്ഷ്യം ഇതാണ്. ഒരു യൂട്യൂബർ ആണെങ്കിൽ എന്റെ ലക്ഷ്യം യൂട്യൂബർ ആകണം എന്നുള്ളതാണ്. നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. നിനക്കൊരു കഴിവുണ്ടോ? ഉണ്ട്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയും നമ്മളുടെ ക്രിട്ടിക്കൽ മൈൻഡ് ചോദിക്കുമ്പോൾ മൈൻഡുമായിട്ട് സംഭാഷണം നടത്തി മൈൻഡിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം, ഇത് പറ്റും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ ആദ്യം പറഞ്ഞതിലും കോൺട്രഡിക്ഷൻ അല്ല. ആദ്യം പറഞ്ഞ സംഗതി നടപ്പാകാൻ സാധ്യതയുള്ള ഒരു കാര്യം തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളങ്ങ് വിശ്വസിക്കും. ഇപ്പൊ ഒരാള് ആരാണെങ്കിൽ നമ്മളിപ്പോ വോട്ടിടുന്നു, വോട്ടിട്ട് ഒരാള് മുഖ്യമന്ത്രി ആകുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ MLA ആകുന്നു, പ്രധാനമന്ത്രി ആകുന്നു, അവര് നമ്മുടെ പ്രധാനമന്ത്രി അംഗീകരിക്കുക. ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് വ്യത്യാസമായിരിക്കും, പക്ഷെ പ്രധാനമന്ത്രി തന്നെയാണ്, പ്രസിഡന്റ് തന്നെയാണ്. നമ്മുടെ MLA നമ്മൾ ആ MLA തോപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നടന്നത്, പക്ഷെ അയാൾ ജയിച്ചു, വിശ്വസിക്കൂ, അയാള് MLA ആണ്. അത് പിന്നെ ഞാൻ വോട്ടിടാത്തതുകൊണ്ട് അയാൾ MLA ആകുന്നില്ല, അയാൾ MLA ആണ്, ജയിച്ചാണ്. അതുപോലെയാണ് നമ്മൾ അനുസരിച്ച് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എടുത്ത്, എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എടുത്ത് അതിനകത്താണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഫോക്കസ് ചെയ്യുമ്പോൾ പിന്നെ നീ ഫോക്കസ് ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, തെറ്റല്ല, ഇത് ആലോചിച്ചാണ് ഈ എടുത്തത്, ഇതിനകത്ത് ഞാൻ എൻ്റെ ഡ്രീം ഇതാണ്, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കണം. മനസ്സങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ എടുത്തപ്പോൾ നിങ്ങളുടെ മനസ്സ് ചോദിച്ചിട്ടില്ലേ ഈ നടപ്പോ, നീ വെറുതെ സമയം കളയുമല്ലേ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരിപ്പയിൽ കൂടെയൊക്കെയാണ് കടന്നു വന്നതെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് മനസ്സിനോട് പറയണം, നടക്കും, ഞാൻ നടത്തിക്കും, ഞാൻ ഇത് നടപ്പാക്കും, ഞാൻ നേടിയെടുക്കും എന്ന് മനസ്സിനോട് ഉറക്ക ധൈര്യമായിട്ട് അങ്ങ് ശക്തമായി പറയുകയും ശക്തമായി വിശ്വസിക്കുകയും ചെയ്യണം. ഇതാണ് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം. ഈ ഡെഫിനേഷൻ തന്നെ നമ്മളെ ചിന്തകളും വിശ്വാസങ്ങളും, ചിന്ത വന്നാൽ മാത്രം പോരാ, നമ്മൾ വിശ്വസിക്കണം, നമ്മൾ അംഗീകരിക്കണം. അത് നമ്മളോട് സംശയം ചോദിക്കുന്ന മറ്റുള്ളവരോടല്ല പറയേണ്ടത്, നമ്മുടെ ക്രിട്ടിക്കൽ മനസ്സിനെയും പറഞ്ഞു പഠിപ്പിക്കണം. അതാണ് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിക്കുന്നുവെന്ന് ആദ്യം പറഞ്ഞു. പറഞ്ഞ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഹലോ, ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സംശയങ്ങളോ, എങ്ങനെ വിശ്വസിക്കണം, ഇങ്ങനെ നിങ്ങളെ ആരെങ്കിലും ക്രിട്ടിക്കൽ മൈൻഡ് ഇങ്ങനെ ആയിട്ട് തർക്കം വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഗിരീഷ് ബാബു, ഹലോ. നിങ്ങളുടെ ക്രിട്ടിക്കൽ മനസ്സുമായിട്ട് ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ക്രിട്ടിക്കൽ മനസ്സുമായിട്ട് തർക്കത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തേടുത്തിട്ടുണ്ടോ? ആഗ്രഹമുണ്ട്, ആഗ്രഹം നേടിയിട്ടുണ്ട്. ഇനിയും ഇതുവരെ ഒരു കോൺട്രഡിക്ഷൻ വന്നിട്ടില്ല. വളരെ നല്ല. പക്ഷെ പലർക്കും അങ്ങനെ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് തിരഞ്ഞെടുത്തപ്പം
നിങ്ങൾ കൃത്യമായ തെരഞ്ഞെടുപ്പാണ് നടത്തിയത്. അതുകൊണ്ടാണ് പിന്നെ ഇത് തർക്കം വരാതിരുന്നത്. അത് പ്രധാനമായിട്ടും രണ്ടാമത്തെ പോയിന്റ് ആണ് അതിന്റെ പ്രധാനമായിട്ടും വരുന്നത്. സാധ്യതയുള്ള കാര്യമായിരുന്നു സാധ്യതയുള്ള അതാണ് സാധ്യതയുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുക്കാവൂ. സാധ്യതയില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ തർക്കിക്കുക, നമ്മൾ തോറ്റു. നമ്മൾ തന്നെ നമുക്ക് ആ ക്രിട്ടിക്കൽ മൈൻഡ് രക്ഷപ്പെടും. നമ്മളിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആവണം, ഇല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആവണം, നാളെ പിന്നെ പ്രധാനമന്ത്രി ആവണം എന്നൊക്കെ ആഗ്രഹം വരുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ മനസ്സിൽ ചോദിക്കുമ്പോൾ നമ്മളും അതുകൊണ്ടൊപ്പം നിന്ന് പോകും. കാരണം നിനക്ക് ആകാൻ പറ്റുള്ളൂ. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇപ്പൊ ഞാൻ നാളെ കേരള മുഖ്യമന്ത്രി ആകുന്നു, ആ സാധ്യതയില്ല. അത് ക്രിട്ടിക്കൽ പറയുമ്പോൾ നമ്മളും വിചാരിക്കണം. ഞാൻ പിന്നെ ചെറുപ്പത്തിലൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് രാഷ്ട്രീയമൊന്നും ഇല്ല. ഒന്നും ഇല്ലാത്ത ഒരാള് ഒരു പാർട്ടിയുടെയും പിന്നെ അതിന്റെ ഒരു വലിയ മെമ്പറോ പ്രവർത്തകനോ ഒന്നും അല്ലാത്ത ഒരാള് ഒരു ഇതാകാൻ മുഖ്യമന്ത്രി ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കാം. ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒക്കെ വോട്ടവും പിന്നെ അതുവരെയുള്ള അധികാരവും ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹം വരാം, നമുക്ക് ഇതുപോലെയൊക്കെ കൊള്ളാവുന്നത്. പക്ഷെ ആഗ്രഹം കൊണ്ട് കാര്യമില്ല. പിന്നെ സാധ്യതയില്ല എന്ന് നമ്മൾ അംഗീകരിച്ചിട്ട് അതങ്ങ് കളയണം. നടക്കാൻ സാധ്യതയുള്ള മാത്രം എടുത്തപ്പോ അതാണ്. അതുകൊണ്ടാണ് ഗിരീഷ് ബാബുവിന് കുറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്ന ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഇനി അടുത്ത ഹലോ സാറേ, നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് നമ്മളെ പോലെ പ്രായമുള്ളൊരു സാറാണ്. ഗോപാലകൃഷ്ണൻ സാർ, CV ഗോപാലകൃഷ്ണൻ സാർ ഇല്ല. സാർ അത് വെച്ചിട്ട് സാറിന്റെ പിന്നെ ഇതൊക്കെ സാർ പറയൂ സാർ. നമ്മള് we should focus on one thought or dream only. The thing you are focusing should be achievable. Once you have chosen an achievable dream, you should try to achieve the same. Yes, correct. ഈ 3 കാര്യങ്ങളല്ലേ മെയിൻ ആയിട്ട് സാർ പറഞ്ഞത്? അതാണ് പറഞ്ഞത്. ഓക്കെ, വളരെ സന്തോഷം. ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. വിഷ്വലൈസ്. നമ്മളിത് വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മുടെ ബിലീവ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കാണണം. ഇപ്പൊ ഞാന് ഒരു വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പോകുന്ന ഒരാളായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണണം, അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യണം. ഞാനൊരു പിന്നെ വലിയൊരു സാഹസത്തിൽ പോകുന്നു, ഇല്ലെങ്കിൽ വലിയൊരു കമ്പനിയിൽ പോയി അവരുടെ ഇത് നമ്മൾ കോർപ്പറേറ്റ് ട്രെയിനിങ് എടുക്കുന്നു, ആൾക്കാർ അംഗീകരിക്കുന്നു. അപ്പൊ ഈ സംഭവങ്ങൾ നമ്മൾ കാണണം, വിഷ്വലൈസ് ചെയ്യണം, അപ്പൊ മനസ്സിലേക്ക് പതിയണം. നമ്മൾ വലിയ ബിസിനസ്സുകാരനാണ് ആഗ്രഹമെങ്കിൽ, നമ്മൾ ആ ഒരു കാർ കച്ചവടക്കാരാണ് ആഗ്രഹമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു വീട് വെക്കാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ മനസ്സിൽ കാണണം. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. ആ വിഷ്വലൈസ് ചെയ്ത് അതിന്റെ ഓരോ സ്ട്രക്ചറുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ അത് നമ്മുടെ ഒരു ചിന്തയിൽ അതങ്ങ് ഉറയ്ക്കും. ഇനി അടുത്ത ഒരു കാര്യമാണ് ഫീലിംഗ്. വിഷ്വലൈസേഷൻ കഴിഞ്ഞിട്ട് അടുത്താണ് ഫീലിങ്സ്. നമ്മൾ ആ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണം. അതിന്റെ രുചി. നല്ല ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഭക്ഷണത്തിന്റെ രുചി, മണം. നമ്മളൊരു വലിയ പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ IAS-കാരനായിട്ടാണ് ആഗ്രഹിക്കുന്നെങ്കിൽ IAS-ന്റെ പവർ, അതിന് കിട്ടുന്ന അംഗീകാരം, ആൾക്കാര് നമ്മളെ ബഹുമാനിക്കുന്നതൊക്കെ നമ്മൾ ഫീല് ചെയ്യും. അപ്പൊ 2 കാര്യമാണ്. ഒന്ന് വിഷ്വലൈസേഷനും, ആദ്യം വിഷ്വലൈസ് ചെയ്യണം. അത് നമ്മള് ജീവിതത്തിൽ അത് നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അതിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകണം. അതിന്റെ ഓരോ അംശങ്ങളും നമ്മുടെ മനസ്സിൽ കാണണം. നമ്മൾ ഇപ്പോൾ അപ്പോഴേ അതിനൊരു പ്ലാനിങ് വരും. നമ്മളൊരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസിന്റെ ഓരോ സ്റ്റെപ്പുകളും നമ്മുടെ പ്ലാൻ കാണണം. നമ്മളൊരു കളക്ടർ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ പരീക്ഷ IAS പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് മുതൽ അതിനകത്ത് പഠിക്കുന്നത് മുതൽ അങ്ങനെ അതിങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഉയർന്നുയർന്നു പോയി നമ്മൾ IAS-ൽ എത്തുന്ന കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും അതിലെത്തുമ്പോൾ വരുന്ന ആ അനുഭവങ്ങൾ, അതിൽ വരുന്ന സന്തോഷങ്ങൾ, അതിൽ വരുന്ന ആഹ്ലാദങ്ങൾ, അംഗീകാരങ്ങൾ, ഭക്ഷണമാണെങ്കിൽ അതിന്റെ രുചികൾ, അതിന്റെ ഭംഗികൾ ഒക്കെ ഫീല് ചെയ്യണം, അനുഭവിക്കണം. നമ്മൾ ആ ഫീൽ ചെയ്ത് കാണുകയും
അതിന്റെ ഫീലിങ്സ് നമ്മുടെ മനസ്സിലേക്ക് അനുഭവിക്കുകയും ചെയ്യണം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അതായത് ആ ബിലീവ്, വിഷ്വലൈസേഷൻ, ഫീലിങ്സ്, ഇത്രയും കാര്യമാണ് നമ്മൾ പഠിപ്പിച്ചത്. ഇനി ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വേറൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കി 6, 7, 8, 9, 6, 2, 3 കാര്യമുണ്ട്, അത് പറയാം. അത് കുറെ കൂടി ഇത് വേണ്ട കാര്യമാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അറിയാവുള്ള അഫർമേഷൻ, മെഡിറ്റേഷൻ, പിന്നെ ഉള്ളത് ആക്ഷൻസ് ആണ്. അപ്പൊ അത് കുറെ സംഗതികളുണ്ട്. അതായത് ഇനി നമുക്ക് പഠിപ്പിക്കുക, ഇപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു, 7 കാര്യങ്ങളിൽ 5 കാര്യം പഠിച്ചു. ഇനി 6ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഫർമേഷൻ, മെഡിറ്റേഷൻ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ്. പിന്നെ ഏറ്റവും ഉള്ള 7ാമത്തെ കാര്യം ആക്ഷൻസ് ആണ്. ആക്ഷൻസിനകത്ത് ജേർണല്, പ്ലാനിങ്, പ്രാക്ടീസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അത് വേറൊരു സബ്ജക്റ്റ് ആണ്. അത് ഒരു ദിവസം തന്നെ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം അതൊക്കെ പഠിപ്പിക്കാം. അതിന്റെ കുറെ ടെക്നിക്കുകൾ അവിടെ ഉണ്ട്. അത് ഓരോന്നിനകത്ത് ഓരോ ടെക്നിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നമ്മൾ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മള് ഒന്നുകൂടെ പറയാം. ഒന്ന് ഫോക്കസ് ചെയ്യണം. ആ ഫോക്കസ് ചെയ്യുന്നത് ഒരെണ്ണം തന്നെ ആയിരിക്കണം. നമുക്ക് 100 ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും 100 സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും ആ 99 സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു സ്വപ്നത്തിൽ ഫോക്കസ് ചെയ്യണം. ആ ഒരു ഫോക്കസ് ചെയ്യുന്നത് സാധിക്കാൻ കഴിവുള്ള, നടക്കാൻ സാധ്യതയുള്ള, നമ്മളെ കൊണ്ട് പറ്റും, നമ്മുടെ കഴിവിനും നമ്മുടെ സാഹചര്യങ്ങൾക്കും, ഇല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ. ഇപ്പം ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു വീട് വെച്ചാൽ ചിലപ്പം അപ്പോഴും സാഹചര്യം ഇല്ലെങ്കിൽ കടമെങ്കിലും വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് എന്ന് തോന്നണം. ഒരു വീട് വെക്കുന്നതിന് നമ്മൾ 4 പേര് ചോദിച്ചാൽ കടം കിട്ടും, അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് കടം വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി എങ്കിലും നമുക്കുണ്ട് എങ്ങനെ തോന്നുന്ന ആ നിലയിലുള്ള വീടായിരിക്കണം പ്ലാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള പ്ലാനുകളാണ്. അപ്പൊ അങ്ങനെ പിന്നെ ചെയ്തിട്ട് പിന്നെ അടുത്താണ് ബിലീഫ്. നമ്മളതിന് ഇത് ക്രിട്ടിക്കൽ മൈൻഡുമായിട്ട് പിന്നെ തർക്കം പാടില്ല. പിന്നെ അതിനകത്ത് വിശ്വസിക്കണം. ചേർത്ത സാധനം വിശ്വസിക്കണം. അത് നടക്കുന്ന അതിന്റെ ഓരോ അംശങ്ങളും വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ ആ നേടാൻ പോകുന്ന, ആഗ്രഹിക്കുന്ന ആ ഡ്രീമിന്റെ ഓരോ കാര്യങ്ങളും കണ്ണിൽ കാണണം. സ്വപ്നത്തിലല്ല, നമ്മൾ കണ്ണിൽ, മനസ്സിൽ, കണ്ണിൽ കാണണം. അതിന്റെ ഓരോ വിശദാംശങ്ങളും. എന്നിട്ട് അത് അനുഭവിക്കണം. അത് നമ്മൾ അവിടെ എത്തിച്ചേർന്നതായിട്ട്, നമ്മളിപ്പം IAS ആണെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ ആണെങ്കിൽ, ആ പദവിയിൽ എത്തിച്ചേർന്നതായിട്ട് അതിന്റെ സന്തോഷങ്ങൾ, അതിന്റെ രുചികൾ, അതിന്റെ മണങ്ങള്, അതിന്റെ ഭംഗികളെല്ലാം, അതിന്റെ അധികാരങ്ങൾ, അധികാരത്തിന്റെ അംഗീകാരങ്ങൾ, ഇതെല്ലാം നമ്മൾ ആസ്വദിക്കും. ഏത് ഫീൽഡിലാണോ പോകുന്നത് അവിടെ എന്താണ് കിട്ടുന്നത്? അംഗീകാരമാണെങ്കിൽ അംഗീകാരം, പണമാണെങ്കിൽ പണം, റെസ്പെക്ട് ആണെങ്കിൽ റെസ്പെക്ട്, അധികാരമാണെങ്കിൽ അധികാരം, അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യണം, നമ്മൾ അനുഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ അതാണ് ഇതിന്റെ 5ാമത്തെ സീക്രട്ട്. ഇനി ബാക്കിയുള്ള 6ഉം 7ഉം ഇത്തിരി കൂടുതലുണ്ട്. അത് കുറച്ചുകൂടി വിശദീകരണം വരാനുള്ളതാണ്. അപ്പൊ അതൊന്ന് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാൻ സമയമുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് ശുഭരാത്രി പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, 10 മണിയാകാൻ പോകുന്നു. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് അടുത്ത ബാക്കിയുള്ള 6, 7ഉം കുറച്ചുകൂടെ ഉണ്ട്. അത് വേറൊരു ക്ലാസ്സിൽ നമ്മൾ വേറെ ദിവസം പഠിപ്പിക്കും. അപ്പോൾ അതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല സാർ. ഇല്ല. ഓക്കെ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഓക്കെ, താങ്ക് യു സർ. Okay, sir. Thank you. Good night. Thank you, sir.